ഒരു രാഷ്ട്രീയ കോലാഹലത്തിന് വഴിമരുന്നിട്ടിരിക്കുകയാണ് വെള്ളാപ്പള്ളി നടേശൻ. NSS SNDP ഐക്യം വേണമെന്ന പഴയ നിലപാട് വീണ്ടും പൊടിതട്ടിയെടുത്ത് വെള്ളാപ്പള്ളി ഇന്ന് ലീഗിനെതിരെ തുറന്നടിച്ചു. നായാടി മുതൽ നസ്രാണി വരെ ഐക്യം വേണമെന്നാണ് ആവശ്യം. അതിൽ പക്ഷേ മുസ്ലിങ്ങളെ ഉൾപ്പെടുത്തില്ലെന്ന് മറയില്ലാതെ പറയുന്നു SNDP യോഗം ജനറൽ സെക്രട്ടറി. ഒരു തെരഞ്ഞെടുപ്പ് പടിവാതിൽക്കൽ എത്തി നിൽക്കുമ്പോൾ വെള്ളാപ്പള്ളി തുറന്നു പറയുന്ന രാഷ്ട്രീയം എന്താണ്? വെള്ളാപ്പള്ളിയെ കാറിൽ കൊണ്ടു നടക്കുന്ന മുഖ്യമന്ത്രിയെ പോലും വെട്ടിലാക്കുന്ന വിവാദ പ്രസ്താവനകൾ എങ്ങനെ ഇനി ഉരുത്തിരിയും? താൻ പറയുന്നത് കേരളം ആഗ്രഹിക്കുന്ന കാര്യങ്ങളാണ് എന്ന് വെള്ളാപ്പള്ളി പറയുമ്പോൾ അത് ശരാശരി മലയാളി അംഗീകരിക്കുന്നുണ്ടോ? വെള്ളാപ്പള്ളി പറയുന്നത് പച്ചയായ വർഗീയതയാണോ അതോ സാമൂഹ്യമായ യാഥാർത്ഥ്യമാണോ? ന്യൂസ് 18 പൊതുവേദി ചർച്ച ചെയ്യുന്നു. എല്ലാവർക്കും പൊതുവേദിയിലേക്ക് സ്വാഗതം. യെസ്, എൻ്റെ ആദ്യ പ്രേക്ഷകൻ ഉസ്മാൻ കായംകുളത്തു നിന്നാണ് എന്നോടൊപ്പം ചേരുന്നത്. ഉസ്മാൻ, വെള്ളാപ്പള്ളി വളരെ ശക്തമായി തുറന്നടിക്കുകയാണ്. SNDPയെ NSSനെ പരസ്പരം തെറ്റിച്ചത് മുസ്ലിം ലീഗാണ്. ആ കാര്യം ഇനി പറയാതിരുന്നിട്ട് കാര്യമില്ല. ഇത് സാമൂഹ്യ യാഥാർത്ഥ്യമാണ്. ഇനി അങ്ങനെ തമ്മിലടിക്കാൻ ഞങ്ങളില്ല, ഞങ്ങൾ ഒന്നിച്ചു പോകാൻ ആഗ്രഹിക്കുന്നു എന്ന് വെള്ളാപ്പള്ളി പറയുമ്പോൾ നായാടി മുതൽ നമ്പൂതിരി വരെ ഉള്ള വിഭാഗങ്ങൾ ഒന്നിച്ചു നിൽക്കണമെന്ന് പറഞ്ഞ വെള്ളാപ്പള്ളി ഇന്നത് മാറ്റി നായാടി മുതൽ നസ്രാണി വരെയുള്ളവർ ഒന്നിച്ചു നിൽക്കണമെന്ന് പറയുന്നു. പക്ഷേ അതിൽ മുസ്ലിങ്ങൾ വേണ്ട എന്ന് പറയുന്നു. ഉസ്മാൻ, ഇത് ഈ ശബ്ദം എന്തിന്റെ സൂചനയായിട്ടാണ് താങ്കൾ കാണുന്നത്? സാറേ, ഇത് പറയാൻ ഉദ്ദേശിക്കുന്നത് പറഞ്ഞു കഴിഞ്ഞാല് സതീശൻ പറയുന്നത് ഇവിടെ വർഗീയ കലാപം ഉണ്ടാക്കാനാണ് പിണറായി വിജയൻ നിൽക്കുന്നത്. അതുകൊണ്ട് വെള്ളാപ്പള്ളിയെ കാറി കയറ്റിക്കൊണ്ട് പോയിട്ടാണ് ഇതൊക്കെ പറയിപ്പിക്കുന്നത് എന്നൊക്കെ പറഞ്ഞിട്ടാണ് ഇപ്പൊ പ്രശ്നം ഉണ്ടാക്കുന്നത്. അതിന് ഇന്നിപ്പം വെള്ളാപ്പള്ളി നടേശന്റെ പത്രസമ്മേളനം ഉണ്ടല്ലോ, എന്ത് നല്ല ഡീസനായിട്ട് നടത്തി. സുകുമാരൻ നായരുടെ പത്രസമ്മേളനം ഉണ്ടായല്ലോ. സുകുമാരൻ നായർ പറഞ്ഞില്ലേ ഞങ്ങൾ ഒന്നിക്കാൻ പോവാണെന്നും അവർക്ക് അനുകൂലമാണെന്നും പറഞ്ഞല്ലോ സാറേ. അതുകൊണ്ടിട്ട് ഇത് VD സതീശൻ വേണ്ടാത്ത കാര്യങ്ങളൊക്കെ പറഞ്ഞ് ഇത് വിസ്മയം കാണാമെന്നും പറഞ്ഞൊക്കെ നടക്കുകയാണ്. അതിനൊക്കെ നല്ല മറുപടിയാണ് വെള്ളാപ്പള്ളി നടേശൻ കൊടുത്തത്. ഇതിൽ വേറൊന്നും തോന്നുന്നില്ല ഉസ്മാൻ, വേറൊന്നും തോന്നുന്നില്ല. നായാടി മുതൽ നസ്രാണി വരെയുള്ളവർ ഒന്നിക്കണം, മുസ്ലിങ്ങൾ വേണ്ട, അവർ മാറി നിൽക്കട്ടെ എന്ന് പറയുന്നിടത്ത് അങ്ങക്ക് ഒരു വിഷമവും തോന്നുന്നില്ല, അങ്ങയുടെ പാർട്ടിക്ക് ഒരു വിഷമവും തോന്നുന്നില്ല? അതല്ല ഞാൻ പറഞ്ഞത്. അത് പറയുമ്പോഴത്തേക്ക് സതീശൻ പറയുന്നത് ആരും തിണ്ണ തുടങ്ങാനൊന്നും പോയിട്ടില്ല, അതെല്ലാം ഇന്ന് സുകുമാരൻ നായർ എല്ലാ കാര്യങ്ങളും വിളിച്ചു പറഞ്ഞല്ലോ നല്ല ഡീസന്റ് ആയിട്ട്. ജിൻസൺ കൂടി എന്നോടൊപ്പം ചേർന്ന് കോഴിക്കോട് നിന്ന്. ജിൻസൺ, ഓക്കെ, താങ്ക്സ്. ഞാൻ പറഞ്ഞോട്ടെ. അത് വെള്ളാപ്പള്ളി നടേശൻ പറഞ്ഞത് തികച്ചും 100% അംഗീകരിക്കാൻ കഴിയാത്ത ഒരു കാര്യമാണ്. അത് ഇത്രയും സാമുദായിക സൗഹാർദ്ദമുള്ള സംസ്ഥാനത്ത് അത് ഒരിക്കലും നടക്കാൻ പോകുന്നില്ല. ജനങ്ങള് അഭ്യസ്ത വിദ്യരാണ്, ജനങ്ങൾക്കറിയാം, ജനങ്ങൾക്ക് എന്ത് ചെയ്യണം ജനങ്ങൾക്കറിയാം. പക്ഷെ ഈ പറഞ്ഞ NSS SNDP ഐക്യം ഒക്കെ നല്ല കാര്യം തന്നെയാണ്, അതിൽ തെറ്റൊന്നുമില്ല. അത് വർഷങ്ങളായിട്ട് അത് നടന്നു പോകേണ്ട കാര്യം തന്നെയായിരുന്നു, അത് വൈകിപ്പോയി. പക്ഷെ അതുകൊണ്ട് ഈ രീതിയിൽ ഒരു സംസാരം സതീശന് മറുപടി കൊടുക്കേണ്ട കാര്യം ഉണ്ടായിരുന്നില്ല. സതീശൻ പറഞ്ഞതും കുറച്ച് അതിര് കടന്നു എന്നാണ്, VD സതീശൻ പറഞ്ഞതും കുറച്ച് അതിര് കടന്നു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പോ ഇവര് പരസ്പരം ഇങ്ങനെ ഈ ഇലക്ഷന്റെ സമയത്ത് കൊമ്പ് കോർക്കുന്നു. അതിൽ നിന്ന് കുറച്ച് നേട്ടം കൊയ്യാൻ രണ്ടു കൂട്ടരും LDF അല്ലെ UDF നേട്ടം കൊയ്യാൻ ശ്രമിക്കുന്നു. അതിൽ ആര് വിജയിക്കുമെന്ന് നമുക്ക് കാത്തിരുന്ന് കാണാം. അതാണ് ഇപ്പൊ എനിക്ക് ഇതിനെ കുറിച്ച് പറയാനുള്ളത്. വ്യക്തമാണ് താങ്കളുടെ അഭിപ്രായം. അപ്പോൾ നമ്മുടെ ഉണ്ണികൃഷ്ണൻ പോത്തങ്കോട് നിന്ന്, ശ്രീ ഉണ്ണികൃഷ്ണൻ, നമുക്ക് ഇന്ന് ലേശം തിരക്കുള്ള ദിവസമാണ്, വളരെ ചുരുങ്ങിയ വാക്കുകൾ. അങ്ങോട്ട് സംസാരിച്ചിട്ട് കുറച്ച് ദിവസമായി. ഇനിയിപ്പോ ഒരുപാട് പറയാനുണ്ടായിരുന്നു, ഇനിയിപ്പോ സമയല്ലേ, പിന്നെ എന്താ ചെയ്യണേ? എന്തായാലും താങ്കള് വെള്ളാപ്പള്ളിക്ക് അനുകൂലമാണെന്നുള്ളത് എനിക്കറിയാം. അതെങ്ങനെ മനസ്സിലായി? എന്റെ ഷർട്ട് കണ്ടിട്ടാണോ? പിന്നെ അല്ലാതെ അല്ല, നിങ്ങൾ സപ്പോർട്ട് ചെയ്തോണ്ടല്ലോ ഇന്ന് ഈ വിഷയം ഈ ഷർട്ട് എടുത്തിട്ടുണ്ട് വന്നേ. അത് ഞാനിതിന്റെ കഥ കേട്ടത് ഗുരുദേവൻ വെള്ള വസ്ത്രമാണ് സാധാരണ ധരിച്ചിരുന്നതാണ്. അപ്പൊ അദ്ദേഹത്തിന് സന്യാസിയായ, അങ്ങനെയാണോ എന്നാണ് ഞാൻ വിചാരിക്കുന്നല്ലേ, സന്യാസിയായ കാവി വസ്ത്രം ധരിക്കണമെന്ന് പറഞ്ഞ് ഗുരുദേവൻ വെള്ള വസ്ത്രം ധരിച്ചപ്പോൾ ആരോ അത് എടുത്ത് മഞ്ഞളിൽ മുക്കി അങ്ങനെ മഞ്ഞയാക്കിയതാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. എന്തായാലും താങ്കൾ സപ്പോർട്ടാണെന്നുള്ളത് എല്ലാവർക്കും മനസ്സിലായി. ഇനിയിപ്പോ കൂടുതൽ അതിനെ കുറിച്ച് സംസാരിക്കുന്നത് വേണ്ട, നമുക്ക് മനസ്സിലായി, അതുറപ്പാണ്. പിന്നെ എന്തായാലും താങ്കൾ പറഞ്ഞില്ലേ ഗുരുദേവന്റെ കാര്യം, വലിയ കഷ്ടമായി പോണം. കാര്യം പറഞ്ഞാൽ ആ ഗുരുദേവൻ ഇരുന്ന കസേരയിൽ കയറി ഇരിക്കുന്ന
ആ മതം മിണ്ടരുത് എന്ന് പറഞ്ഞ ആ മഹാരഥന്റെ കസേരയിൽ കയറി ഇരുന്നിട്ട് ഈ മനുഷ്യൻ പറഞ്ഞു കൂട്ടുന്ന കാര്യങ്ങള് അല്പ വിഷമമുണ്ട്. ഇപ്പൊ സത്യം പറഞ്ഞ എന്താണ് നാണക്കേട് തന്നെയാണ്, ഒരു മാറ്റമല്ല. അവർക്ക് ഉളുപ്പില്ലെങ്കിൽ പിന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? വ്യക്തമാണ് താങ്കളുടെ അഭിപ്രായം. അപ്പൊ നമുക്ക് ഒരു ദിവസം വിശദമായി സംസാരിക്കാം. വീട് പണിയൊക്കെ നല്ല രീതിയിൽ പുരോഗമിക്കുന്നതാണ് ഞാൻ വിചാരിക്കുന്നത്. ഞായറാഴ്ച ഇരുന്ന് വാർപ്പാണ്. ഓക്കെ. അപ്പോൾ ബെസ്റ്റ് വിഷസ് നമുക്ക് ഗംഭീരമാക്കാം. ഓക്കെ. അപ്പോൾ ബാലകൃഷ്ണൻ വടകര എന്നോടൊപ്പം ചേരുന്നു. ശ്രീ ബാലകൃഷ്ണൻ വടകര, ഇത് അങ്ങ് എന്ത് കരുതുന്നു? വെള്ളാപ്പള്ളി പറഞ്ഞതൊരു സാമൂഹിക യാഥാർത്ഥ്യമാണോ അതോ ഇത് ഒരു നിലവിട്ട വാക്കാണോ? സാർ നമസ്കാരം. നമസ്കാരം. ചുരുങ്ങിയ വാക്കുകളിൽ പറയാം. കേരള രാഷ്ട്രീയത്തിൽ നടക്കുന്ന അത്ഭുതങ്ങൾ ഇതാണ് സാർ. അതാണ് പറയുന്നത് കോൺഗ്രസ് കേരളത്തിൽ ഒരു കാരണവശാലും അധികാരത്തിൽ വരില്ല എന്ന് ഉറപ്പിച്ച് പറയുന്നതിന്റെ കാരണം ഇതാണ്. പിന്നെ വെള്ളാപ്പള്ളിയുടെ വാക്കുകൾക്ക് വലിയൊരു വിലയൊന്നും ഞാൻ കൽപ്പിക്കുന്നില്ല. അല്ല, കോൺഗ്രസ് അധികാരത്തിൽ വരില്ല എന്ന് പറയുന്നതിന്റെ കാര്യം എന്താണെന്നാണ് അങ്ങ് പറഞ്ഞത്? അല്ല, കോൺഗ്രസ് വരില്ല. കോൺഗ്രസ് അല്ല, വരില്ലെന്ന് അങ്ങ് പറയുന്നതിന്റെ കാര്യം എന്താണെന്ന് എന്തോ കാരണം കൊണ്ടാണെന്ന് പറഞ്ഞില്ല, അതറിയാൻ വേണ്ടി ഞാൻ ചോദിച്ചു. ദേശീയ തലത്തിൽ കോൺഗ്രസിന് അധികാരം നഷ്ടത്തിൽ ഭൂരിപക്ഷ സമുദായത്തിന് മറന്നതുകൊണ്ടാണെന്ന്. അവരിപ്പോ കേരളത്തിൽ ഭൂരിപക്ഷ സമുദായത്തിന് ഫുള്ള് മറന്നിരിക്കുവാണ്. കാരണം അതിന് തെളിവുകളും അറിവുകളും ജനങ്ങൾക്കറിയാമത്. ഞാനതിനെപ്പറ്റി വിശദീകരിക്കുന്നില്ല. അതുകൊണ്ട് ഒരു കാരണവശാലും കോൺഗ്രസ് അധികാരത്തിൽ വരില്ല കേരളം. ഓഹോ, ഓക്കെ. അപ്പൊ ശ്രീ മുഹമ്മദ് മഞ്ചേരി കൂടി എന്നോടൊപ്പം ചേരുകയാണ്. ശ്രീ മുഹമ്മദ് മഞ്ചേരി, ഈ മുഖ്യമന്ത്രി കൊണ്ടുനടക്കുന്ന വെള്ളാപ്പള്ളി പറയുന്നത് കേട്ടില്ലേ? അങ്ങക്ക് എന്ത് തോന്നുന്നു അത് കേട്ടപ്പോൾ? അത് ഈ സാമൂഹിക യാഥാർത്ഥ്യമാണെന്ന് തോന്നിയോ? മുസ്ലിങ്ങളെ വേണ്ട, നസ്രാണി മുതൽ നായടി വരെ ഒന്നിച്ചാൽ മതി എന്ന്. നമസ്കാരം സാർ. നമസ്കാരം. പിന്നെ വെള്ളാപ്പള്ളി പറയുന്നത് കേട്ടു, വളരെയധികം കാര്യങ്ങളൊക്കെ പറഞ്ഞു. അപ്പൊ അവരാണെന്നുണ്ടെങ്കിൽ ഇപ്പൊ നായന്മാര് വെച്ചും നായന്മാര് ഒന്നും കരുതണ്ട കേട്ടോ, എന്നിട്ട് അടിക്കാൻ പോവുകയാണ്. അതിലെല്ലാ ജാതിയും വേണം, മറ്റവരെ ഒഴിവാക്കണം എന്നൊക്കെയാണ് പറഞ്ഞത്. അപ്പൊ അത് ഒരു പ്രത്യേകതരം അടുപ്പിക്കലാണ്. അത് അതിലേക്ക് എന്തോ ഒരു തോന്നല്, അതൊരു ശരിയല്ല എന്നുള്ളത്. ഇത്ര എനിക്ക് പറയാനുള്ളൂ. ഓക്കെ, വ്യക്തമാണ്. അപ്പൊ രാധാകൃഷ്ണൻ പെരുമ്പാവൂർ എന്നാണ് എന്നോടൊപ്പം ചേരുന്നത്. ശ്രീ രാധാകൃഷ്ണൻ. ഹലോ. ഇത് ആർക്ക് ഗുണമുണ്ടാകുമെന്നൊന്നും നമുക്ക് പറയാൻ പറ്റുന്ന ഒരു തീരുമാനമല്ല വെള്ളാപ്പള്ളിയുടെ. ഏതായാലും ഈ സുകുമാരൻ നായരും വെള്ളാപ്പള്ളി ഒന്നിച്ചു പോകാന്ന് പറയുന്നത് ദീർഘകാലത്തേക്ക് ഒരു വലിയ സൗഹൃദത്തിന്റെ തുടക്കമായിരിക്കുമോ ശ്രീ രാധാകൃഷ്ണൻ? അങ്ങനെ ഒരു പ്രാവശ്യം അങ്ങനെ ഉണ്ടായതല്ലേ, അത് നമുക്ക് അനുഭവമുള്ളതല്ലേ. അന്നേരം അതിന്റെ അനുസരിച്ച് നീങ്ങാൻ സാധ്യത കാണുന്നുള്ളൂ. ഇപ്പൊ ഏറ്റവും വലിയ ഗുണം കോൺഗ്രസിന് തന്നെയാണ്. കണക്കൂട്ടിൽ എത്തിച്ചു കഴിഞ്ഞാൽ ഇപ്പൊ ലീഗ് സീറ്റിന് കൂടുതൽ വേണമെന്ന് പറഞ്ഞിരിക്കുന്ന ഒരു സമയ. ആ കണക്കൂട്ടിൽ വരുമ്പോൾ ലീഗിന് മിണ്ടാൻ പറ്റില്ല. ലീഗ് സീറ്റ് കൂടുതൽ ചോദിച്ചാൽ വെള്ളാപ്പള്ളിയും NSS കൂടെ പ്രശ്നമാക്കും. ശരി, വ്യക്തമാണ് താങ്കളുടെ അഭിപ്രായം. ഓക്കെ, ഷാജി പത്തനംതിട്ടയിൽ നിന്ന് എന്നോടൊപ്പം ചേരുകയാണ്. ഷാജി, വെള്ളാപ്പള്ളി പറയുന്ന ഈ കാര്യങ്ങൾ ലീഗിന് ഗുണം ചെയ്യും എന്ന് കരുതേണ്ടതുണ്ടോ, അതോ കോൺഗ്രസിന് ഗുണം ചെയ്യും എന്ന് കരുതേണ്ടതുണ്ടോ, അതോ ഇതെല്ലാം ഇടതുപക്ഷത്തിന് ഗുണം ചെയ്യും എന്ന് കരുതേണ്ടതുണ്ടോ? നമസ്കാരം സാറേ. നമസ്കാരം. ഞാൻ ഈ രണ്ട് കൂട്ടരെ പറ്റി ഇപ്പം തന്നെ പറഞ്ഞുതരാം. ഇവർക്ക് എന്നാ ഇത് ഐക്യം തുടങ്ങിയത്? ഇപ്പോഴല്ലേ ഐക്യം തുടങ്ങിയത്? മുമ്പ് ഇവർക്ക് ഐക്യം വേണ്ടായിരുന്നല്ലോ. ഈ കഴിഞ്ഞ ദിവസം ഞാനൊരു NSSന്റെ ഒരു വീട്ടിൽ ചെന്നപ്പോൾ അവിടുത്തെ ചേച്ചി പറഞ്ഞതാ 25 ലക്ഷം രൂപ ഈ പിന്നെ സ്കൂളിലേക്ക് ഒരു മോന് വേണ്ടിയിട്ട് കൊടുത്തിട്ട്, അധ്യാപകനാവാൻ വേണ്ടി കൊടുത്തിട്ട് അവന് ജോലി കൊടുത്തില്ല. ആ പൈസയും തിരിച്ചു. ഇതെന്തോ ഐക്യമായി പറയുന്നത്? വെള്ളാപ്പള്ളിയുടെയും എനിക്കറിയാവുന്ന സംഭവങ്ങൾ ഒത്തിരി പേരുണ്ട്. ഈ വെള്ളാപ്പള്ളി പറയുന്നതോ NSSന്റെ നേതാവ് പറയുന്നതോ അല്ല ഇവിടെ ജനം അംഗീകരിക്കുന്നത്. ജനത്തിനറിയാം ആർക്ക് വോട്ട് കൊടുക്കണം, ആർക്ക് ജയിക്കണം, എന്താണ് സംഭവിച്ചതെന്നൊക്കെ. ഓക്കെ, വ്യക്തമാണ് താങ്കളുടെ അഭിപ്രായം. അപ്പോൾ നമ്മുടെ ഗോളാന്തരം പറയുന്നത് നമ്മുടെ ഉണ്ണികൃഷ്ണൻ പോത്തൻകോടിന് വെള്ളാപ്പള്ളിയുടെ അതേ ശബ്ദ മോഡുലേഷനാണെന്ന്. അപ്പോൾ എനിക്ക് തോന്നുന്നു ഉണ്ണികൃഷ്ണൻ പോത്തൻകോട് ഒരു മിമിക്രി ആർട്ടിസ്റ്റ് കൂടി ആയിരിക്കണം. അദ്ദേഹം വെള്ളാപ്പള്ളിയുടെ അതേ സ്വരത്തിൽ സംസാരിച്ചു എന്നാണ് പറയുന്നത്. എനിക്ക് നമസ്കാരം പറയുന്നുണ്ട്. ഓക്കെ, വെള്ളാപ്പള്ളി LDFന്റെ ഐശ്വര്യം എന്ന് പറഞ്ഞ് പരിഹസിക്കുന്നുണ്ട്. അപ്പോൾ ഷിജു കുര്യത്ത് എന്നോടൊപ്പം ചേർന്നിട്ടുണ്ട്. നമസ്കാരമാണെന്ന് പറയുന്നുണ്ട്. വി ടുഗെദർ ബട്ട് വി ഡോണ്ട് നോ ഹൗ ലോങ് അണ്ടിൽ വെൻ എന്നൊക്കെ പറയുന്നുണ്ട്. ഓക്കെ, ഗ്ലാഡിയേറ്റർ വെള്ളാപ്പള്ളി പറഞ്ഞത് ശരിയാണ് എന്ന് എന്നോട് ഗ്ലാഡിയേറ്റർ പറയുകയാണ്. കിഷോർ കോന്നി എന്നോടൊപ്പം ചേർന്നിട്ടുണ്ട്. ഹായ് എന്നൊക്കെ പറയുന്നുണ്ട്. കിഷോറിനും എൻ്റെ അഭിനന്ദനങ്ങൾ. ഓക്കെ, ജയകുമാർ ശ്രീ ജയകുമാർ തിരുവനന്തപുരത്ത്. മുന്തിരി കൃഷിയൊക്കെ ഗംഭീരമായി പോകുന്നു ജയകുമാർ? പോകുന്നുണ്ട് സാർ, പോകുന്നുണ്ട്. നമസ്കാരം സാറേ. നമസ്കാരം.
ഞാനേ പറയാൻ ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് വെച്ചാല് ഈ വെള്ളാപ്പള്ളിയുടെ നിലനിൽപ്പ് വെള്ളാപ്പള്ളി നോക്കുന്നു, പിന്നെ പിണറായിയുടെ നിലനിൽപ്പ് പിണറായി നോക്കുന്നു. പിണറായിക്ക് കൂടെ നിലനിൽക്കണം, വെള്ളാപ്പള്ളി അകത്ത് പോകാതെ വെള്ളാപ്പള്ളിക്ക് നിലനിൽക്കണം. ഇന്നലെ വരെ ഇതിന് വേണ്ടായിരുന്നു, സുകുമാരൻ നായർ വേണ്ടായിരുന്നു. നേരത്തെ നായരെ മുതൽ നമ്പൂരി വരെ എന്ന് പറഞ്ഞുകൊണ്ടിരുന്നു. ഇപ്പൊ നായന്മാര് മുതൽ മുകളിലോട്ട് വെള്ളാപ്പള്ളിക്ക് കിട്ടൂല എന്ന് മനസ്സിലായി. അതുകൊണ്ട് നായാടി മുതൽ നസ്രാണി വരെ ആക്കി. ഈ വെള്ളാപ്പള്ളി പറഞ്ഞ വെള്ളാപ്പള്ളിയുടെ മകൻ വോട്ട് ചെയ്യുമോ ഈ അദ്ദേഹം പറയുന്നിടത്ത്? അതുപോലെ സുകുമാരൻ നായർ പറഞ്ഞാൽ ഇവിടുത്തെ നായന്മാർ ആരെങ്കിലും കേൾക്കുമോ? അപ്പൊ ഇത് വെറുതെ ഇവർ രണ്ടും കൂടെ പറഞ്ഞാലും ഇവർ എത്ര തന്നെ പറഞ്ഞാലും LDF ഗുണവും കിട്ടൂല, UDF ദോഷവും വരില്ല. അത്രയാണ് എനിക്ക് പറയാനുള്ളത് സാറേ. ഓക്കെ, വ്യക്തമാണ്. അപ്പോൾ ശരത്ത് കൂടി എന്നോടൊപ്പം ബാലരാമപുരത്തും ചേരുന്നുണ്ട്. അതിനു മുമ്പ് എന്നോടൊപ്പം കാജ ഹുസൈൻ എന്നോടൊപ്പം ചേരുന്നുണ്ട്. അപ്പോൾ കാജ ഹുസൈൻ പറയുന്നത് മുസ്ലിങ്ങൾ കാര്യമില്ലെങ്കിലും അള്ളാഹു ഉണ്ട് എന്നാണ് പറയുന്നത്. ഓക്കെ, അപ്പോൾ ശരത്തെ, ഹലോ, ഈ വെള്ളാപ്പള്ളി പറഞ്ഞ മകൻ പോലും കേൾക്കില്ല എന്ന് എല്ലാവർക്കും അറിയാം വോട്ട് ചെയ്യേണ്ട കാര്യത്തിൽ, അല്ലേ? അതെ അതെ. പക്ഷേ എന്തുകൊണ്ടായിരിക്കാം പിണറായി വിജയൻ ഇദ്ദേഹത്തെ ഇത്രയധികം ഇഷ്ടപ്പെടുന്നത്? ഞാൻ പറയുന്നത് നമ്മളിപ്പോ ഒരു ജാതി, ഒരു മതം, ഒരു ദൈവം, മതമേതായാലും മനുഷ്യൻ നന്നായാലും മതി എന്നുള്ള ഒരു നമ്മൾ അങ്ങനെയാണ് പണ്ട് കേട്ടിട്ടുള്ളത്. ഞാൻ ഒരു ഉദാഹരണം പറയാം. നമ്മളെ ശ്രീബുദ്ധനെ പറ്റി തന്നെ പറയാം. എല്ലാ അധികാരങ്ങളും ഉപേക്ഷിച്ച് ശ്രീബുദ്ധ ഇറങ്ങിപ്പോയത് ജനങ്ങൾക്ക് വേണ്ടിയാണ്. ഇവിടെ എല്ലാ മനുഷ്യരും, ജനങ്ങൾ എല്ലാവരും ജീവിക്കുന്ന അവരുടെ ജീവിതത്തിന് വേണ്ടിയാണ്. ഇപ്പൊ ഹിന്ദു ആയാലും ക്രിസ്ത്യൻ ആയാലും മുസ്ലിം ആയാലും അവരുടെ നിലനിൽപ്പും അവരുടെ ജീവിതമാണ് അവർക്ക് വലുത്. അപ്പൊ അതിനകത്ത് നമ്മളൊരു വർഗീയ പരാമർശം പറയുന്നതിൽ എനിക്കതിനോട് സപ്പോർട്ട് ചെയ്യാൻ കഴിയില്ല. നമ്മൾ മനുഷ്യർ, ഏത് മനുഷ്യരായാലും നല്ല മനുഷ്യരായിട്ട് ജീവിക്കണം. വ്യക്തമാണ് താങ്കളുടെ അഭിപ്രായം. റെജി ആലപ്പുഴയിൽ നിന്ന് എന്നോടൊപ്പം ചേരുകയാണ്. റെജി, ഒരു തെരഞ്ഞെടുപ്പിന്റെ പടിവാതിൽക്കലാണ് നമ്മൾ നിൽക്കുന്നത്. ഈ വെള്ളാപ്പള്ളി പറയുന്ന ഈ പ്രതികരണങ്ങൾ ഉണ്ടാക്കുന്ന രാഷ്ട്രീയ പ്രത്യാഘാതങ്ങൾ എന്തായിരിക്കും എന്നാണ് റെജി കരുതുന്നത്? ഒന്നുമില്ല, ഇത് SNDP എന്നത് പറയാം മോരും മുതിരയാണ്. ഇത് തങ്ങളിൽ ചേരത്തില്ല. ഇവര് രണ്ട് മാനേജർമാര് വിൽപ്പനയ്ക്ക് ഇരിക്കുന്ന ആളുകളാണ്. ഇവരുടെ വോട്ടുകൾ പരസ്പരം പോയി കഴിഞ്ഞു. NSSന്റെ വോട്ട് BJP പോയി, SNDP വോട്ടും BJP പോയി. ഈ വോട്ട് പോയിട്ടെല്ലാം ഉള്ള കളി കളഞ്ഞപ്പോഴാണ് ഇവര് തങ്ങളിൽ യോജിച്ച് നിന്ന് ഒരാൾക്ക് കൊടുക്കുക. ആ കളിയാണ് ഇപ്പൊ കളിച്ചിരിക്കുന്നത്. വെള്ളാപ്പള്ളിയുടെ മകൻ പാർട്ടി ഉണ്ടാക്കിയിട്ട് BJPയുടെ കൂടെ, വെള്ളാപ്പള്ളി ഇപ്പുറത്ത് നിന്ന് പിണറായിയുടെ കൂടെ. ആരെ ഭരണത്തിൽ കയറ്റാൻ അച്ഛനും മോനും കൂടെ നിൽക്കുന്നത്? അതാദ്യമേ വ്യക്തത വരുത്തണ്ടേ? അപ്പൊ ഇത് ഫലത്തിൽ വെള്ളാപ്പള്ളി നടത്തുന്ന ഈ വെടിക്കെട്ടുകളൊക്കെ UDF ഗുണം ചെയ്യുന്നതാണോ ശ്രീ രജി കരുതുന്നത്? അതോ ഷുവറായിട്ടും ഇപ്പൊ പറയുന്നല്ലേ ഉള്ളൂ. ഈ കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് കൊണ്ട് ഇവരുടെ വോട്ട് ബാങ്ക് പോയി കഴിഞ്ഞെന്നേ. ഇവരാ വോട്ടിന്റെ പുറകെ ഞങ്ങളും അതിന്റെ കൂടെ ഉണ്ടെന്ന് സ്ഥാപിക്കുക എന്ന് മാത്രമേ ഉള്ളൂ. ആലപ്പുഴയിലെ കഴിഞ്ഞ പാർലമെന്റിൽ തന്നെ പിന്നെ SNDPയുടെ വോട്ട് BJPയിലേക്ക് അനുസ്യൂതം പോയി കഴിഞ്ഞു. ഓക്കെ, അപ്പൊ എന്നോട് ശിവദാസൻ എന്നോടൊപ്പം യൂട്യൂബിൽ വെള്ളാപ്പള്ളി സുധാകരനാര് കളിക്കുന്നതാ. ഓക്കെ, ശിവദാസൻ എന്നോടൊപ്പം യൂട്യൂബിൽ ചേർന്നിട്ടുണ്ട്. അപ്പോൾ ശിവദാസൻ PI കേട്ടോ, ശിവദാസൻ PI ആണ്. അപ്പോൾ ശിവദാസൻ PI എന്നോട് പറയുന്നത് ബോത്ത് ദീസ് പീപ്പിൾസ് ആർ ബുൾസ് ഓഫ് ദി സെയിം കാട്ട് എന്നാണ്. ഒരേ തൂവൽ പക്ഷികൾ എന്നുള്ളതിൻ്റെ മറ്റൊരു അർത്ഥമാണ്. ബേർഡ്സ് ഓഫ് ദി സെയിം ബേർഡ്സ് ഓഫ് ദി സെയിം ഫെദർ എന്നാണ് ഇംഗ്ലീഷിലെ പ്രയോഗം. ഏതായാലും ഒരേ വണ്ടിയിൽ കെട്ടാവുന്ന കാളകൾ എന്ന അർത്ഥത്തിലായിരിക്കും അദ്ദേഹം പറഞ്ഞിട്ടുണ്ടാവുക. ഓക്കെ, രാജീവൻ കൊല്ലത്തുനിന്ന്. രാജീവൻ, ഈ NSS SNDP ഐക്യം നടക്കും എന്ന പ്രതീക്ഷ രാജീവനുണ്ടോ? ഇത് ഐക്യം നടന്ന BJPക്ക് ഗുണം ചെയ്യും. ആണോ? അത് ശരി. അപ്പൊ ഇവര് കൂട്ടത്തോട് ചേർന്നാൽ ഐക്യം, നായാടി മുതൽ നസ്രാണി വരെ എന്നൊക്കെയുള്ള വെള്ളാപ്പള്ളിയുടെ പ്രയോഗം അത് ഫലത്തിൽ വരികയാണെങ്കിൽ BJPക്കാണ് ഗുണം ചെയ്യുന്നതാണ് രാജീവ് വിചാരിക്കുന്നത്, അല്ലേ? സംശയമില്ല. സാറ് നേരത്തെ ഒരു പുള്ളി വിളിച്ചില്ലേ? അപ്പൊ ഒരു പുള്ളി വിളിച്ചപ്പോ പറഞ്ഞത് ഭൂരിപക്ഷത്തെ ഇവര് മറക്കുന്നതാണ് ഈ വടക്കേന്ത്യ കണക്കൊല്ലെ മറ്റുള്ള സ്റ്റേറ്റുകളിൽ ഇതുണ്ടാവുന്നത്. പിന്നെ അത് തീർച്ചയായിട്ടും ഉണ്ടാവും. ഇതിപ്പം വെള്ളാപ്പള്ളി പറഞ്ഞതിനകത്ത് ഇപ്പം വെള്ളാപ്പള്ളി സാറ് നേരത്തെ ചോദിക്കുന്നുണ്ട് വെള്ളാപ്പള്ളി മുസ്ലിങ്ങളെ കൂട്ടാൻ. മുസ്ലിങ്ങളെ ഇവര് ഇതിനകത്ത് വരത്തില്ലല്ലോ, അവര് മുസ്ലിം ലീഗായിട്ട് തന്നെ നിൽക്കില്ലേ. അല്ല, പക്ഷേ ഈ ഐക്യത്തിൽ ഇപ്പോൾ നായാടി വിഭാഗത്തിനോ അല്ലെങ്കിൽ നസ്രാണികൾക്കോ അങ്ങനെ ഒരു പ്രത്യേക പാർട്ടിയൊന്നും ഇല്ലല്ലോ. അവർ പല പാർട്ടികളിലായി ചിതറിക്കിടക്കുകയാണ്. അപ്പോൾ മുസ്ലിങ്ങളെ അതുപോലെ പല പാർട്ടിയിലുണ്ടല്ലോ. CPM-ലുണ്ട്, BJP-യിൽ വരെ മുസ്ലിങ്ങളുണ്ട്, പല പാർട്ടിയിൽ മുസ്ലിങ്ങളുണ്ട്. അപ്പോൾ അവരെ കൂടി ഇതിൽ കൂട്ടണ്ട എന്ന് പറയുന്നതിൻ്റെ അർത്ഥം എന്താണ്? അല്ല സാർ, ഇവര് രണ്ടുപേരും NSSും SNDPയുടെ കൂടി വരുമ്പോൾ അത് BJPക്ക് തന്നെ ഗുണം വരും. അല്ലെങ്കിൽ പിന്നെ ഒരു സംശയം വേണ്ട, BJPക്ക് ഗുണം ചെയ്തിട്ടുള്ളത്. ശരി, അപ്പോൾ രവീന്ദ്രൻ കാഞ്ഞിരപ്പള്ളി എന്നോടൊപ്പം ചേരുന്നു. ശ്രീ രവീന്ദ്രൻ കാഞ്ഞിരപ്പള്ളി, മുസ്ലിങ്ങളെ ഇങ്ങനെ മാറ്റി നിർത്തണം എന്ന് വെള്ളാപ്പള്ളി പറയുന്നത് BJPക്ക് ഫലത്തിൽ ഗുണം ചെയ്യും എന്നാണോ കരുതേണ്ടത്? അതോ അത് BJP കൂടി അംഗീകരിക്കാത്ത ഒരു നിലപാടാണോ? അല്ല,
മുസ്ലിങ്ങളെ ഒന്നും കൂട്ടേണ്ട കാര്യമില്ല സാറേ. മുസ്ലിം സമുദായത്തിനെ ഒന്നും കൂട്ടണമല്ലോ. അത് അവർ കോൺഗ്രസിന്റെ കൂടെ എല്ലാവരും ഉണ്ടല്ലോ, ഒറ്റക്കെട്ടായിട്ട് എല്ലാം ഉണ്ടല്ലോ, മുള്ളും മുരിക്കും മുറുക്കുമാകുമ്പോൾ എല്ലാം ഉണ്ടല്ലോ, അത് മതി. പിന്നെ ഈ വി ഡി സതീശൻ എന്ത് കണ്ടോണ്ടാ ഈ പൊങ്ങിച്ചാടുന്നത്? വി ഡി സതീശൻ എന്ത് കണ്ടോണ്ടാ പൊങ്ങിച്ചാടുന്നത്? വി ഡി സതീശനോട് ഒരു കാര്യം ഓർമ്മിച്ചാൽ മാത്രം മതി. വയനാട്ടിൽ പൊക്കിയ പച്ചക്കൊടി ഡൽഹി താത്തു വെപ്പിച്ച പാർട്ടിയാ ഇവിടെ ഉള്ളത്. അത് വി ഡി സതീശൻ ചിന്തിക്കണം. അപ്പം പിന്നെ ഇവിടെ വെള്ളാപ്പള്ളി പറഞ്ഞാല് മകൻ പോലും ജയിക്കരുതെന്ന് പറഞ്ഞ ആര് പറഞ്ഞു? ഞങ്ങളൊക്കെ പിന്നെ എവിടെ നിന്നാ ഈ ബി ജെ പി ഇവിടെ വളർന്നത്? എങ്ങനെയാ? അല്ല, വെള്ളാപ്പള്ളി പക്ഷേ ഇടതുപക്ഷം വരുമെന്നല്ലേ പറയുന്നത്? അല്ല, ഇടതുപക്ഷത്തിന് ഞങ്ങൾ ചെയ്യും. ഇടതുപക്ഷത്ത് ചെയ്ത് 3-ാം സ്ഥാനം പ്രാവശ്യം ഇടതുപക്ഷത്തിന് ഞങ്ങൾ കൊണ്ടുവരും. ബി ജെ പിയുടെ കുറച്ച് വോട്ട് വേണമെന്നങ്ങ് വെക്കും. ഈ ലീഗിനെയും ഈ രവീന്ദ്രൻ പറയുന്നത് 3-ാം തവണ വരാനായി ബി ജെ പി ഇടതുപക്ഷത്തിന് വോട്ട് ചെയ്യുന്നോ? ഞങ്ങൾ ചെയ്യും. ഞാൻ ബി ജെ പിക്കാരനാ, ഞാനും ചെയ്യും. കാരണം ഞങ്ങളെ രക്ഷിക്കാൻ ഇപ്പം CPM മാത്രമേ ഉള്ളൂ. കാരണം എന്താ വെച്ചാൽ ഈ ബി ജെ പി കൊണ്ടും മുള്ളിയായി. ബി ജെ പിയിലെ ഒറ്റ നേതാക്കന്മാർ ഇതിന് കടുത്ത എതിര് പറഞ്ഞിട്ടില്ല. അതുപോലെ ഈ വെള്ളാപ്പള്ളിക്ക് അനുകൂലമായിട്ട് ഒരു വാക്ക് പറഞ്ഞില്ല. ഇവനൊക്കെ ഏത് കോപ്പിനകത്ത് പോയിരിക്കുക? ഈ ഇതുപോലെ ഒരു വർഗീയത ഷാജി എന്ന് പറഞ്ഞ KM ഷാജി എന്ന് പറഞ്ഞവനൊക്കെ തനി വർഗീയതം പറഞ്ഞ് ഇവിടെ നടന്നിട്ട് ഇവനൊക്കെ ഏത് കോപ്പിനകത്ത് പോയിരിക്കുക ഈ ബി ജെ പിക്കാരെ? അതുകൊണ്ട് ഞങ്ങൾ മുഴുവൻ ബി ജെ പി CPM അനുകൂലമായിട്ട് വോട്ട് വരും. സഖാവ് പിണറായി വിജയനെ 3-ാം സ്ഥാനത്ത് ഞങ്ങൾ വോട്ടും. കാരണം ഞങ്ങളെ രക്ഷിക്കാൻ ഇപ്പം ഞങ്ങൾക്ക് മനസ്സിലായി പിണറായി വിജയൻ മാത്രമേ ഉള്ളൂ. അല്ലാതെ ഈ ബി ജെ പിയും വരില്ല, കോൺഗ്രസും വരില്ല. കോൺഗ്രസ് വി ഡി സതീശന് വലിയ ആട്ടമൊന്നും വി ഡി സതീശൻ താറണ്ട. വി ഡി സതീശൻ 20,000 വോട്ടിന്റെ ഭൂരിപക്ഷത്തിൽ ജയിക്കുന്ന കുഞ്ഞാലിക്കുട്ടി തോറ്റതാളാ, അച്യുതാനന്ദൻ തോറ്റതാളാ. വി ഡി സതീശന്റെ മുത്തമ്മയായിരുന്ന ഇന്ദിരാഗാന്ധി തോറ്റ രാജ്യം. അതുകൊണ്ട് വി ഡി സതീശന് 20,000 വോട്ട് കണ്ടോണ്ടൊന്നും വലിയ ആളെന്ന് കിടക്കണം. ഞങ്ങൾ 3-ാം തവണ ഞങ്ങളെല്ലാം അറിഞ്ഞിറങ്ങി പ്രവർത്തിക്കും. വ്യക്തമാണ് താങ്കളുടെ അഭിപ്രായം. അപ്പൊ ബി ജെ പിക്കാർ CPM വോട്ട് ചെയ്യുമെന്നാണ് പറയുന്നത്. CPM ജയിക്കുമെന്ന് മറ്റൊരു ബി ജെ പി പ്രവർത്തകർ എന്നോട് പൊതുവേദിയിൽ പറഞ്ഞു. ഇതിപ്പോ എനിക്ക് തന്നെ ഒരു കൺഫ്യൂഷനായി, ആരാണ് ഞാൻ എന്നുള്ള ചോദ്യത്തിൽ. ഓക്കെ, അപ്പോൾ ഗോളാന്തരം എന്നോട് പറയുന്നത് ജയൻ ചേട്ടന് പിന്നെ കയ്യിൽ നിന്ന് മുന്തിരി വാങ്ങിക്കാനുള്ള ഇത് ചർച്ച ചെയ്ത് നടക്കുന്നത്. 2 കിലോ മുന്തിരി വേണമെന്നാണ് പറയുന്നത്. ഓക്കെ, അപ്പോൾ ശ്രീമതി സബീന സുൽഫി എന്നോടൊപ്പം ചേർന്നിട്ടുണ്ടാവും. നമ്മുടെ പൊതുവേദിയുടെ സ്ഥിരം പ്രേക്ഷകരാണ്. മിസ്റ്റർ സുൽഫിയും ഉണ്ടാവും, ഇത് കണ്ടുകൊണ്ടിരിക്കുന്നുണ്ടാവുമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. മുസ്ലിം ലീഗ് എത്രയും പെട്ടെന്ന് ബി ജെ പിയിൽ ചേരണം, അതോടെ എല്ലാ വർഗീയതയും അവസാനിക്കും. അപ്പോൾ ബി ജെ പിയും മുസ്ലിം ലീഗും കൂടെ ഒന്നിച്ച് ഭരിക്കുന്ന ഒരു കേരളം ഉണ്ടാവും. അതാണ് ശ്രീമതി സഫീന സുൽഫിയുടെ ആ ഒരു ഇത് വളരെ രസകരമായിട്ടുള്ളൊരു കമൻ്റാണ്. പക്ഷേ ഇത് അസംഭവ്യം എന്ന് വിചാരിക്കേണ്ട കേട്ടോ. മുമ്പ് ജനസംഘവും അതുപോലെ ഈ ജനസംഘമല്ല, ഹിന്ദു മഹാസഭയും മുസ്ലിം ലീഗും ഒരുമിച്ച് കൂട്ടുകക്ഷി മന്ത്രിസഭകൾ അന്ന് ഇടക്കാല സർക്കാരുകൾ ബ്രിട്ടീഷുകാരുടെ കാലത്തുണ്ടാക്കിയപ്പോൾ അവരൊന്നിച്ച് കൈകോർത്തിരുന്ന ഒരു കാര്യത്തെക്കുറിച്ച് ഞാൻ ഈ അടുത്ത് കുറച്ച് വിശദമായി വായിച്ചു. അപ്പോൾ ഇതൊന്നും അസംഭവ്യം എന്ന് വിചാരിക്കേണ്ട. ജമ്മു കാശ്മീരിൽ PDPയുമായി BJP കൈകോർത്ത് സർക്കാർ ഉണ്ടാക്കി. പക്ഷേ അധികകാലം പോയില്ല. എന്നാലും അങ്ങനെയൊക്കെ ഉള്ള കൂട്ടുകെട്ടുകൾ പലയിടത്തും ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ഇതൊന്നും രാഷ്ട്രീയത്തിലൊന്നും നമുക്ക് പിന്നെ തള്ളിക്കളയാനില്ല. അതുകൊണ്ട് ഞാൻ ശ്രീമതി സബീന സുൽഫി പറഞ്ഞ കാര്യം ഞാനും ഗൗരവത്തിൽ എടുക്കുകയാണ്. അത് സംഭവിച്ചുകൂടാന്നില്ല. അപ്പോൾ സുനിൽ എന്തു പറ്റി എന്ന് ചോദിക്കുന്നു ജയകുമാർ. വിദേശ വാർത്തകൾ വെള്ളാപ്പള്ളി കാണുന്നു എന്നാണ് തോന്നുന്നത്. അതുകൊണ്ടാണ് അയാൾക്ക് മുസ്ലിങ്ങളോട് വെറുപ്പ്. പക്ഷേ അങ്ങനെ ചെയ്യാൻ പാടില്ല എന്ന് പറയുന്നു. നമ്മുടെ കൃഷ്ണൻകുട്ടി മണിമല എപ്പോഴും നമ്മുടെ രവീന്ദ്രനെ കാഞ്ഞിരപ്പള്ളിയെ വിമർശിക്കുന്ന ഒരാളാണ്. പക്ഷേ ഇന്ന് പറയുന്നത് അദ്ദേഹം പറഞ്ഞതിൽ കാര്യമുണ്ട് എന്നാണ് പറയുന്നത്. അപ്പോൾ ഇതിപ്പോൾ എന്താണ്, ഞാൻ മൊത്തത്തിൽ കൺഫ്യൂസ്ഡ് ആയിരിക്കുകയാണ്. BJP ലീഗ് കൂട്ടുകെട്ട് വേണം എന്നൊരു പ്രേക്ഷകൻ പറയുന്നു. CPM BJP കാരൊക്കെ CPMന് വോട്ട് ചെയ്യണമെന്ന് പറയുന്നു. മൊത്തത്തിൽ കൺഫ്യൂഷനാണ്. അപ്പോൾ ഓക്കെ, NSS SNDP കമ്മിങ് ടുഗെദർ ഇഫ് ഇറ്റ്സ് വെരി ഗുഡ് ഫോർ കേരള ആൻഡ് ഇന്ത്യ എന്നാണ് ബാലൻ പറയുന്നത്. സോ സപ്പോർട്ട് ദി ഐഡിയ എന്ന് പറയുന്നത്. അപ്പോൾ കൂട്ടായ ഇത് വേണം എന്നാണ് പറയുന്നത്. അപ്പോൾ ശശിധരൻ വയലാർ എന്നോടൊപ്പം ചേരുന്നുണ്ട്. അപ്പോൾ അദ്ദേഹത്തിനോട് ചോദിക്കാം. ശ്രീ ശശിധരൻ വയലാർ, നമസ്കാരം. നമസ്കാരം. ഞാനത് പറയാനിരുന്ന കാര്യം വേറൊരാൾ പറഞ്ഞു. നിങ്ങളുടെ ഉടുപ്പും നിങ്ങളുടെ പൊതുവേദി എന്നുള്ള എഴുത്തും എന്റെ മഞ്ഞ കേട്ടോ. അപ്പോൾ ഒരു SNDP യോഗത്തിൽ പിന്നെ ശാഖാ സമ്മേളനത്തിന് പോയ ഒരു ഫീലാണോ കാണുമ്പോൾ ഉണ്ടാകുന്നത്? എന്നിട്ട് വിമർശനം SNDP അത് കൊള്ളാം. സാധാരണ ഞാനൊരു കോട്ട് ഇടാറുണ്ട്. അപ്പം ഞാൻ ഇന്ന് വിചാരിച്ചേ നമ്മൾ ഈ SNDP ഒക്കെ ആണല്ലോ ഒന്ന് ചർച്ച ചെയ്യുന്നത്. അപ്പോൾ ഈ നിറം ഇരിക്കട്ടെ, കുറച്ച് SNDPക്കാരൊക്കെ അത് കലക്കി. കാരണം എന്ന് പറഞ്ഞാൽ ശ്രദ്ധ കിട്ടും. കാരണം എല്ലാവരുടെയും മനസ്സിൽ മഞ്ഞ അങ്ങനെ കിടന്നാല് ഈ KSRTCയുടെ ബസ്സിന് വരെ മഞ്ഞ അടിക്കുന്നത് ഇങ്ങനെ തൃപ്തിപ്പെടുത്താന്ന് പറയുന്ന കോമഡി ഇവിടെ ഉണ്ട്. കാരണം പണ്ട് മാത്തുവാസന്റെ സാരി കണ്ടിട്ടില്ലേ, അത് മഞ്ഞയല്ലേ? അപ്പൊ ഞാനൊരു കാര്യം പറയട്ടെ പിന്നെ മനു, ഈ 2 പാർട്ടിക്കാർ ഇവിടെ ഉണ്ടായിരുന്നു. 2 വർഗീയ ശക്തികളുടെ 2 പാർട്ടി, ഒന്ന് NDP, ഒന്ന് SRP. അതിപ്പോഴത്തെ തലമുറക്കൊന്നും ഓർമ്മ പോലും കാണില്ല. അതില് ഞങ്ങളുടെ നേതാവ് സുമാരൻ ചേട്ടന് മനസ്സിലായി
ഇത് രാഷ്ട്രീയം കൊണ്ട് നേരത്തെ ഇടയ്ക്കോട്ട് ചെന്നിട്ട് വലിയ കാര്യമൊന്നുമില്ല. കാരണം പോയി പണി നോക്കാൻ പറയും. അതാണ് ഞങ്ങളുടെ സമുദായത്തിലുള്ളവരുടെ ഗുണം. കോൺഗ്രസ്സുകാരൻ അടിയുറച്ച് കോൺഗ്രസ്സുകാരനായിരിക്കും. കുറച്ച് പേര് കമ്മ്യൂണിസ്റ്റ് ഉണ്ടാകും, കുറച്ച് BJP ഉണ്ട്. ഇവരൊക്കെ നിൽക്കണത്തുന്ന ഒരു ഇഞ്ച് പോവുകയല്ല. കാരണം ഒരു സർക്കുലർ പണ്ട് നായനാരുടെ കാലത്ത് വന്നായിരുന്നു. അന്ന് പിന്നെ നാരായണ പണിക്കരെ പറ്റിയായിരുന്നു പിന്നെ ഞങ്ങളുടെ സെക്രട്ടറി. അന്ന് വന്നപ്പോ ഇതെടുത്ത് ദൂരെ കളഞ്ഞതാണ് ഞങ്ങളുടെ പ്രസ്ഥാനം. കാരണം എല്ലാവരും എടുത്ത് കുപ്പയിട്ട്. കാരണം അന്ന് ഒരേ രാഷ്ട്രീയ കക്ഷിക്ക് വേണ്ടിയിട്ടൊന്ന് പിന്നെ ബലം പിടിച്ചതാണ്. അപ്പൊ ഈ കക്ഷി മാറിയിട്ട് SRP ഇല്ലാതായി അവസാനമാണ് BDJS വന്നത്. ഈ കഴിഞ്ഞ ഇലക്ഷനിൽ മനുവിനറിയാവോ, ഈ കേരളം 1000-ഓളം പഞ്ചായത്തില്ലേ, അതുപോലെ മറ്റു ഇതില്ലേ, എല്ലാത്തിലും കൂടെ മത്സരിച്ചിട്ട് ഒരേ ഒരു സീറ്റാണ് ആ പ്രസ്ഥാനത്തിന് കിട്ടിയത്. ആ പ്രസ്ഥാനവും ആ സമുദായവുമായിട്ട് എന്ത് വിലയുണ്ടെന്ന് സാധാരണക്കാരൻ മനസ്സിലാക്കണം. ഓരോരുത്തരും ഉറപ്പിച്ച് തീരുമാനിച്ച് വെച്ചിട്ടുണ്ട് ഓരോ വോട്ട്. അത് ഇനി ഇവിടെ കിടന്ന് എന്ത് വിറ്റാലും എന്ത് തല്ലിയാലും അവീസിനെ തെറി പറഞ്ഞാലും ശരി, തിരിച്ച് കോൺഗ്രസ്സുകാരെ തെറി പറഞ്ഞാലും ശരി, തിരിച്ച് ആരെ വാഴ്ത്തിപ്പാടിയാലും ശരി, ആ വോട്ടിനൊന്നും ഒരു ചലനവും ഉണ്ടാകാൻ പോകുന്നില്ല മോനി. ശരി, ഓക്കെ, വ്യക്തമാണ് താങ്കളുടെ അഭിപ്രായം. അപ്പോൾ നമ്മുടെ ശ്രീ രാധാകൃഷ്ണൻ ചാത്തന്നൂർ എന്നോടൊപ്പം ചേർന്നുണ്ട്. ശ്രീ രാധാകൃഷ്ണൻ ചാത്തന്നൂർ, ഇതിപ്പോൾ മൊത്തത്തിൽ രാഷ്ട്രീയം കലങ്ങി മറിയുന്നൊരു സാഹചര്യമാണ്. അതിൻ്റെ ഇടയിൽ ഞാനൊരു വാർത്ത കേൾക്കുന്നത് നമ്മുടെ പഴയ മുൻ MLA അയാൾ BJPയിലേക്ക് പോവുകയാണ്. അപ്പോൾ ആരും എങ്ങോട്ടും പോകുന്നൊരു സാഹചര്യം രാഷ്ട്രീയത്തിൽ വരുന്നു. സാധാരണഗതിയിൽ ഉരുത്തിരിയേണ്ട ചർച്ചകളുടെ ഒരു രീതിയിലുള്ള ചർച്ചകളല്ല ഈ തെരഞ്ഞെടുപ്പിന് തൊട്ട് മുന്നേ വരുന്നത്. സാധാരണ ഞാൻ പലപ്പോഴും കേട്ടിട്ടുള്ളത് ഈ മുദ്രാവാക്യങ്ങൾ, തൊഴിലില്ലായ്മ, പട്ടിണി, അങ്ങനെയുള്ള ചർച്ചകളൊന്നുമില്ല. ഇത്തരം സാമുദായിക ചർച്ചകളിലേക്ക് കാര്യങ്ങൾ നീങ്ങുന്നു. ഇത് ഇടതുപക്ഷത്തെ ദുർബലപ്പെടുത്തുമോ അതോ ഇത് ഇടതുപക്ഷത്തെ ശക്തിപ്പെടുത്തുമോ? തീർച്ചയായും താങ്കൾ രണ്ട് കാര്യങ്ങളാണ് സൂചിപ്പിച്ചത്. രണ്ട് വ്യത്യസ്തമായ കാര്യങ്ങളാണ് എന്ന് നമുക്ക് തോന്നുമെങ്കിലും രണ്ടിന്റെയും ഉത്തരം ഒന്ന് തന്നെയാണ്. ഒന്ന്, രാജേന്ദ്രൻ ഇന്ന് പാർട്ടി മാറി മറ്റൊരു പാർട്ടിയിലേക്ക് പോകുന്ന വിഷയം. രണ്ട്, സാമുദായിക ശക്തികളുടെ ഈ സ്ഥാപിത താല്പര്യങ്ങൾ. ഈ രണ്ട് വിഷയത്തിലും ഉത്തരം ഒന്നാണ്. നമ്മൾ ചിന്തിച്ചാൽ മനസ്സിലാകും. ഞാനും ഒരു രാഷ്ട്രീയക്കാരനാണെന്ന് താങ്കൾക്കറിയാം. രാഷ്ട്രീയ പാർട്ടികളുടെയൊക്കെ ഒരു ഗതികേട് നമ്മൾ ചിന്തിച്ചു നോക്കണം. ഇന്ന് തന്നെ ഇപ്പൊ ഞാൻ പരമാവധി സമയങ്ങളിൽ മീഡിയ കാണുന്ന ഒരു വ്യക്തിയാണ്. എല്ലാ നേതാക്കളും മാധ്യമങ്ങളും നിങ്ങളെപ്പോലുള്ള മാധ്യമങ്ങൾ ചോദിക്കുമ്പോൾ എന്താണ് വർഗീയതയെക്കുറിച്ചുള്ള അഭിപ്രായം, എന്താണ് സമുദായ നേതാവിനെ XY ആരോ ആയിക്കോട്ടെ അഭിപ്രായം എന്ന് ചോദിക്കുമ്പോൾ എല്ലാവരും ഒരുമാതിരി നപുംസകങ്ങളെ പോലെ പലരും ഈ ഇളിച്ചുകൊണ്ട് നിൽക്കുന്ന, പേടിച്ച് നിൽക്കുന്ന ഒരു ഗതികേട്. അതിനർത്ഥം എന്താണ്? അവർക്ക് ജനങ്ങളുടെ മുന്നിൽ വെക്കാൻ പലർക്കും അവർ ജനങ്ങളുടെ മുന്നിൽ വെക്കാൻ ആദർശപരമായി ഒന്നും ഇല്ലാതെ വരുന്നത് കൊണ്ടാണ് സമുദായ നേതാക്കളുടെ മുന്നിൽ ഓച്ചാനിച്ച് നിൽക്കേണ്ടി വരുന്നത്. ആർക്കും ഇന്ന് ഞാനൊരു നേതാവ് പറയുന്നത് കേട്ടാൽ തിരുവഞ്ചൂർ എനിക്ക് പറയാൻ ഞാൻ ഒന്നും പറയത്തില്ല, സീനിയർ നേതാവാണ്, അത്രേ ഞാൻ പറയുന്നുള്ളൂ. ആയിക്കോട്ടെ ഞാൻ അതുപോലെ വെല്ലുവിളിക്കുകയാണ്. ഞാൻ വർഗീയവാദിയാണെന്ന് AK ആന്റണി പറയട്ടെ, ഞാൻ പറഞ്ഞ വിമർശനങ്ങൾ ശരിയല്ല എന്ന് മറ്റ് കോൺഗ്രസിന്റെ മുതിർന്ന നേതാക്കൾ KC വേണുഗോപാലൊക്കെ ഉണ്ടല്ലോ പറയട്ടെ എന്ന് പറയുകയാണ്. അപ്പൊ ഈ ധൈര്യമുണ്ട്. പൂച്ചയ്ക്ക് 6 മണി കിട്ടും. ശ്രീ മനു, താങ്കൾ പറയൂ, പൂച്ചയ്ക്ക് 6 മണി കിട്ടും. അതാണ് ഇവിടുത്തെ അവസ്ഥ. എന്തുകൊണ്ടാണ് സമുദായ ശക്തികൾ അവരെ കടിഞ്ഞാണില്ലാതെ പോവുകയാണ്? ഞാനും ചോദിക്കട്ടെ, രാഷ്ട്രീയക്കാരെ നിയന്ത്രിക്കാൻ നിങ്ങൾ മാധ്യമങ്ങളുണ്ട്, ശരിയല്ലേ? സമൂഹത്തിൽ ഒരു അനീതി നടന്നാൽ നിയന്ത്രിക്കാൻ ഇവിടെ മാധ്യമങ്ങളുണ്ട്. ഇന്ന് രാഷ്ട്രീയ പാർട്ടികളെക്കാൾ പ്രതികരണ ശേഷിയും ജനങ്ങൾക്ക് വിശ്വാസവും ഏറെക്കുറെ ഉള്ളത് മാധ്യമങ്ങളോടാണ്. കാരണം മാധ്യമങ്ങളാണ് പല കാര്യങ്ങളും പുറത്തു കൊണ്ടുവരുന്നത്. പക്ഷെ സമുദായ നേതാക്കളെ ആര് തളയ്ക്കും? സമുദായത്തിനകത്ത് നടക്കുന്ന അഴിമതി, സ്വജന പക്ഷപാതം, ഇതാരും പുറത്തു കൊണ്ടുവരുന്നില്ല. രാഷ്ട്രീയക്കാർ അവരുടെ മുന്നിൽ ഓച്ചാനിച്ച് നിൽക്കുന്നു. അവർ ഇതിനപ്പുറം ഞാൻ ഒരു സമുദായത്തെ പറയുന്നതല്ല, അത് ഹിന്ദു സമുദായ നേതാക്കളായാലും ക്രിസ്ത്യൻ മുസ്ലിം മത നേതാക്കളായാലും അവർക്കെതിരെ ഒന്നും പറയുവാൻ നമ്മൾ സത്യത്തിൽ പഴയ കാലത്തേക്ക് പോവുകയാണ്. ഓച്ചാനിച്ച് നിൽക്കുന്ന രാജഭരണകാലം പോലെ, അല്ലെങ്കിൽ ജന്മിമാരുടെ കാലം പോലെ. അഭിനവ ജന്മിമാരാണ് ഇവരെല്ലാം. അതിനെതിരെ പുതിയ നവോത്ഥാന നായകന്മാർ വരേണ്ടതായിട്ടുണ്ട്. രാജേന്ദ്രൻ പാർട്ടിയിൽ മാറിപ്പോയല്ലോ. ഈ പാർട്ടി ഒന്ന് ചിന്തിക്കണ്ടേ? 3 പ്രാവശ്യം MLA ആയി. ഇപ്പൊ ഐഷ പോറ്റി 3 പ്രാവശ്യം MLA ആയി. എന്തിനാണ് അടുപ്പിച്ചവർക്ക് 5 കൊല്ലം വീതം കൊടുക്കുന്നത്? ഇവർ 5 കൊല്ലം, ഒരു 10 കൊല്ലം ഗ്യാപ്പിട്ട് 5 കൊല്ലം കൊടുത്തായിരുന്നെങ്കിൽ രാജേന്ദ്രന് 80 വയസ്സ് വരെ ഈ പാർട്ടി നിൽക്കും. കാരണം എനിക്ക് ഒരു ടേമേ ആയുള്ളൂ. ഇനി എനിക്കൊരു 70 വയസ്സായാലേ എനിക്ക് രണ്ടാമത്തെ ടേം കിട്ടൂ. രാജേന്ദ്രൻ ഈ പാർട്ടി നിൽക്കും, ഐഷ പോറ്റി ഈ പാർട്ടി തന്നെ നിന്നേനെ. എന്തിനാണ് അടുപ്പിച്ച് ഇവർക്ക് സാധാരണ പ്രവർത്തകൻ കഷ്ടപ്പെടുന്നതെല്ലാം കുറെ ഒരു ഗുണമില്ലാത്ത നേതാക്കന്മാർക്ക് കൊടുത്തത് കൊണ്ടല്ലേ അവരിപ്പോ പോയത്? സമാധാന പാർട്ടികൾ പറയണം എന്തുകൊണ്ട് അവർക്ക് അടുപ്പിച്ച് വാരിക്കോരി കൊടുക്കുന്നു. അവിടെ
കെ.പി. രാജേന്ദ്രൻ 3 വട്ടം മത്സരിച്ച് ഐഷ പോറ്റി. എന്തുകൊണ്ട് ഇടയ്ക്ക് മറ്റൊരാളെ മത്സരിപ്പിച്ചിരുന്നെങ്കിൽ രാജേന്ദ്രനും ഐഷ പോറ്റിയൊക്കെ 80 വയസ്സ് വരെ ഈ പാർട്ടിയിൽ കണ്ടേനെ. പഞ്ചായത്ത് മെമ്പർ തൊട്ട് ഈ മാനദണ്ഡം പാർട്ടികൾ മനസ്സിലാക്കണം. 5 വർഷം ഒരു ടേൺ പഞ്ചായത്ത് തൊട്ട് MP വരെ ആവുന്ന കൊടുത്താൽ പിന്നെ അതിന് ശേഷമേ കൊടുക്കാവൂ. അവരപ്പോൾ അവസാനം വരെ പാർട്ടി നിൽക്കും. അല്ലെങ്കിൽ എന്തോ ഇപ്പൊ തന്നെ ഞാൻ പറയാം, ഈ ഇപ്പൊ മാറിപ്പോ MLA മാർക്ക് 3 പ്രാവശ്യം MLA ആയി. ഇനി കോൺഗ്രസ് ചെല്ലുമ്പോൾ 10 കൊല്ലം MLA ആയി 10 ടേൺ ഇരിക്കാം. കാരണം തിരുവഞ്ചൂരൊക്കെ കണ്ടില്ലേ? എനിക്ക് 56 വയസ്സുണ്ട്. എനിക്ക് ഓർമ്മ വെച്ച കാലം തൊട്ട് തിരുവഞ്ചൂർ ആകാശ് MLA മന്ത്രിയാണ്. ഞാനൊരു ഉദാഹരണം പറഞ്ഞത്. കോൺഗ്രസ് ഇപ്പൊ ഐഷ പോറ്റിയും രാജേന്ദ്രനും പേരിക്കും എന്തോ ആ പാർട്ടികളിൽ ചെന്ന് കഴിഞ്ഞാൽ പിന്നെ എന്തായാലും CPM ഇന്നപ്പോഴത്തേക്കിന് 3 ടേൺ കിട്ടി. ഇനി അടുത്ത പാർട്ടി ചെന്നാല് മരണം വരെ അതിൽ നിൽക്കാം. എങ്ങനെയുണ്ട് ഐഡിയ? പുതിയ രാഷ്ട്രീയക്കാർ അങ്ങനെ ലക്ഷ്യമാക്കിയാ വരുന്നത്. പുതിയ തലമുറ ഇപ്പൊ ചിന്തിച്ചു തുടങ്ങി. വളരെ മാറണം, ഇത് ആദർശപരമായിട്ട് മാറണം. അപ്പം ഒരു സമുദായ നേതാവിന്റെ മുന്നിലും ഓച്ചാനിച്ച് നിൽക്കേണ്ടി വരില്ല. യെസ്. അപ്പോൾ ഉമേഷ് കൂടി എന്നോടൊപ്പം ചേരുകയാണ്. ഉമേഷേ, ഇത് VD സതീശന് മറുപടി പറയുന്നുണ്ട്. VD സതീശൻ വെള്ളാപ്പള്ളിക്ക് മറുപടി പറയുന്നുണ്ട്. പക്ഷെ മറ്റ് നേതാക്കൾ ഇപ്പോൾ ശ്രീ രാധാകൃഷ്ണൻ ചാത്തന്നൂർ ചൂണ്ടിക്കാണിച്ചതാണ്. മറ്റ് നേതാക്കൾ മിണ്ടുന്നില്ല. മിണ്ടട്ടെ, AK ആന്റണി പറയട്ടെ ഞാൻ പറഞ്ഞത് ശരിയല്ല എന്ന് വെള്ളാപ്പള്ളി പറയുകയാണ്. അല്ലെങ്കിൽ KC വേണുഗോപാൽ പറയട്ടെ, മുതിർന്ന നേതാക്കൾ രമേശ് ചെന്നിത്തല പറയട്ടെ എന്നൊക്കെ ചോദിക്കുകയാണ്. അപ്പോൾ പറയാൻ ആളില്ല. അതെ, മനസ്സറേ, നമസ്കാരം. പക്ഷേ താങ്കൾ ചോദിച്ച ചോദ്യം വളരെ ശരിയാണ്. ചില നേതാക്കന്മാർ ഈ ഇദ്ദേഹത്തെ പോലുള്ള സാമുദായിക നേതാക്കളെ വേണ്ടാതീനം ഭയക്കുന്നതിന്റെ ഉദാഹരണമാണ് നിശബ്ദത എന്ന് പറയുന്നത്. പക്ഷേ VD സതീശൻ എന്ന് പറയുന്ന നേതാവ് വളരെ കണ്ണിങ് ആയിട്ടാണ് ഇന്ന് കോൺഗ്രസിനെ നയിച്ചു കൊണ്ടുപോകുന്നതാണ് എന്നാണ് എനിക്ക് പറയാനുള്ളത്. പക്ഷെ ഇന്ന് ഈ വെള്ളാപ്പള്ളി പറഞ്ഞിരിക്കുന്ന വർഗീയതയെ കുറിച്ച് മാത്രമല്ലേ അദ്ദേഹം പരാമർശിച്ചുള്ളൂ. പക്ഷെ നേരെ മറിച്ച് വെള്ളാപ്പള്ളി അദ്ദേഹത്തിന്റെ എന്താണ് ഉപ്പാപ്പ എന്ന് ഒക്കെ പറഞ്ഞ ഒരു സംസ്കാര ശൂന്യമായ ഭാഷ ഉപയോഗിച്ചുകൊണ്ട് പറ്റിയ ഭാഷയല്ല സത്യത്തിൽ. ആണോ? അല്ലല്ലോ, അങ്ങനെയല്ലാണോ ഒരു സാമുദായിക നേതാവ് സംസാരിക്കണ്ടേ? അദ്ദേഹത്തിന്റെ സമുദായത്തിലുള്ളവരല്ല അദ്ദേഹത്തെ അങ്ങനെയാണ് അംഗീകരിക്കേണ്ടത്. അദ്ദേഹം ഒരു ഏത് തരത്തിലാണ് അദ്ദേഹം ഭാഷ ഉപയോഗിക്കുന്നത്? അതൊരു ശരിയല്ല. ഇതൊക്കെ നമ്മുടെ മതേതരത്തിനും ജനാധിപത്യത്തിനും നമ്മുടെ ഭരണഘടനയ്ക്കും ഒക്കെ ശാപമാണ് ഇത്തരത്തിലുള്ള നേതാക്കന്മാർ എന്ന് പറയാനാണ് ഈ ഒരു അവസരം. പക്ഷെ ഇതും കൂടി മറികടക്കാൻ VD സതീശന് പറ്റുകയാണെങ്കിൽ സതീശനെ നിങ്ങൾക്ക് അക്ഷരാർത്ഥത്തിൽ വിളിക്കാം ഇരട്ടച്ചങ്കനൻ. താങ്കളാണ് ഇരട്ടച്ചങ്കനൻ. അത്രയും കണ്ണിങ്ങാണ് അദ്ദേഹത്തിന്റെ. വ്യക്തമാണ്. അപ്പൊ ഞാൻ അനിയൻകുട്ടൻ കൂടി എന്നോടൊപ്പം ചേരുന്നുണ്ട്. ശ്രീ അനിയൻകുട്ടൻ, ഈ വെള്ളാപ്പള്ളി ഉയർത്തുന്ന വെല്ലുവിളി VD സതീശന് ഏറ്റെടുക്കാൻ കഴിയുമോ? അതേ ഒറ്റപ്പെട്ടു പോകുമോ? പാർട്ടിയിൽ വേറെ ആരും പിന്തുണയൊന്നും കൊടുക്കുന്നത് കാണുന്നില്ല കേട്ടോ. സാറേ നമസ്കാരം. നമസ്കാരം. കുറച്ചുകൂടെ ഉറക്കെ പറയണം, എനിക്ക് കേൾക്കുന്നില്ല. വെള്ളാപ്പള്ളി നടേശനെ നമുക്ക് നേരത്തെ പോലെ അറിയാമല്ലോ. മലപ്പുറത്ത് പോയി കിടന്നു. അല്ല, ഞാൻ ചോദിക്കുന്നത് അതറിയാം. പക്ഷേ അങ്ങേക്കറിയാം, എനിക്കറിയാലോ, അങ്ങ് UDF-കാരനാണല്ലോ. മറ്റ് നേതാക്കൾ എവിടെ നിങ്ങളുടെ UDF-ലെ? അതാ ഞാൻ പറയാം സാറേ. അന്ന് പറഞ്ഞിട്ട് ഈ CPM-കാർ വല്ലതും വേണ്ടിയോ? ഈ മുഖ്യമന്ത്രി മതേതരം പറയുന്ന മതേതരം എന്ന് പറഞ്ഞത് ഈ കമ്മ്യൂണിസ്റ്റുകാരുമായ മുഖ്യമന്ത്രി പോലും വേണ്ടിയോ? അവരാരും വേണ്ടിയോ എന്ന് പറഞ്ഞ പോലെ ഇതിനെ ഇപ്പം കോൺഗ്രസ്സുകാരൊന്നും എല്ലാവരും വരണ്ട. VD സതീശൻ തന്നെ മതി ഇതിനെ തോൽപ്പിക്കാൻ. അദ്ദേഹത്തിന് ആ കറക്റ്റായിട്ട് പോയിന്റ് പറഞ്ഞു കൊണ്ടുപോകാൻ അദ്ദേഹത്തിന് നല്ല കഴിവും തന്നെ ഉണ്ട്. അത് പറഞ്ഞതിനാണ് വേണ്ടിയാണ് അദ്ദേഹത്തിന്റെ ഉപ്പായ്പയ്ക്ക്. അത് എന്താ പറയുക, ഒരു പ്രതിപക്ഷ നേതാവല്ലേ സാറേ? നമ്മൾ ആലോചിച്ച് നോക്കി. സാറിനെ സാറിനോടൊക്കെ പറയാൻ നമ്മളൊന്ന് ആലോചിക്കണം. ഇന്ന് വെച്ചാൽ അല്ലേ ബിനു അദ്ദേഹത്തോടൊക്കെ പറയുന്ന ഒരു വാക്കൊക്കെ ഉണ്ടോ? നമ്മൾ അതൊക്കെ വ്യക്തമാണ്. അപ്പോൾ എനിക്ക് ഒന്ന് ഒരു ഇടവേള ആവശ്യമായതുകൊണ്ടാണ് ഞാനിത് ബൈജു എന്നോടൊപ്പം യൂട്യൂബിൽ ചേർന്നിട്ടുണ്ട്. അപ്പോൾ കേരളത്തിലും കേരള ജനതയ്ക്കും വേണ്ടി ആരാ നിലകൊള്ളുന്നത് അവർക്ക് വോട്ട് ചെയ്യണം എന്ന് ബൈജു പറയുന്നുണ്ട്. അപ്പോൾ സ്വാഭാവികമായി ജനങ്ങൾക്ക് വേണ്ടി ആരാണ് നിലകൊള്ളുന്നത് അവർക്ക് വേണ്ടി വോട്ട് ചെയ്യണം എന്നത് ബൈജുവിൻ്റെ നിലപാട് ശരിയാണ്. പാലസ്തീനു വേണ്ടി അഹോരാത്രം വായ്ത്താരി അടിക്കുകയും വീഡിയോ നടക്കുകയൊക്കെ ചെയ്യുന്ന സതീശനും കോൺഗ്രസ്സുകാരും. എന്നാൽ ബംഗ്ലാദേശിലെ വംശഹത്യയെക്കുറിച്ച് ചോദിച്ചാൽ വാതുറക്കില്ല. അതാണ് കോൺഗ്രസിൻ്റെയും VD സതീശിൻ്റെയും മതേതരത്വം എന്നാണ് പറയുന്നത്. അപ്പം ഈ ബംഗ്ലാദേശിലെ കാര്യം സൂചിപ്പിച്ചുകൊണ്ടാണ് നമുക്കതൊരു ദിവസം ചർച്ച ചെയ്യണമെന്ന് ഞാനും ആഗ്രഹിക്കുകയാണ്. കാരണം തുടരെ ആളുകൾ ഇങ്ങനെ അവിടെ ആക്രമിക്കപ്പെടുന്നു, കൊല്ലപ്പെടുന്നു. ഇന്നലെ ഒരു പെട്രോൾ പമ്പിൽ പെട്രോൾ അടിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ഹിന്ദു മത വിശ്വാസിക്ക് നേരെ വണ്ടി ഇടിച്ച് അയാളെ കൊല്ലുന്ന ഒരു സാഹചര്യം ഉണ്ടായി എന്നൊക്കെ ഞാൻ ഇന്നലെ ഓൺലൈൻ വാർത്തകളിൽ വായിച്ചു. അപ്പോൾ അത് അവിടുത്തെ ഒരു രാഷ്ട്രീയ നേതാവ് കൂടിയാണ് ഇത്തരം പരിപാടികളിൽ ഏർപ്പെട്ടിരിക്കുന്നതെന്ന് പറയുമ്പോൾ വലിയ ദുഃഖം തോന്നുന്നു. അത് ഞാൻ പറഞ്ഞത് ഹിന്ദു ആയതുകൊണ്ടല്ല, ഏത് മനുഷ്യരും ഇങ്ങനെ വേറെ ഒരു രാജ്യത്ത്
അല്ലെങ്കിൽ എവിടെയായാലും ഒരു ന്യൂനപക്ഷ വിഭാഗമാണെന്ന് കരുതുമ്പോൾ അവരെ പിടിച്ചടിച്ചു കൊല്ലുന്ന രീതി അത് നമുക്കത് എന്തായാലും അത് അംഗീകരിക്കാൻ കഴിയാത്തതാണ്. മുരളീധരൻ നന്നായി പ്രതികരിച്ചല്ലോ എന്ന് എന്നോട് ജയകുമാർ പറയുന്നു. ആ മുരളീധരൻ നല്ല രീതിയിൽ പ്രതികരിച്ചു, അത് ഞാനും കേട്ടു. മുരളീധരൻ എപ്പോഴും നല്ല രീതിയിൽ പ്രതികരിക്കുന്ന ഒരാളാണ്. പക്ഷേ അത് എന്ത് രാഷ്ട്രീയ പ്രത്യാഘാതം ഉണ്ടാക്കുമെന്നാണ് ഞാൻ നോക്കുന്നത്. കാരണം ഈ അടുത്തായിട്ട് ശ്രീ മുരളീധരന് തുടരെ പരാജയങ്ങൾ വരുന്ന ഒരു സാഹചര്യമാണ് കാണുന്നത്. അപ്പോൾ സമുദായ നേതാക്കളും രാഷ്ട്രീയക്കാരും എല്ലാം കളിക്കുന്നത് ഒരേ കളി തന്നെ എന്ന് എന്നോട് രഘുനന്ദനൻ തിരുമുല്ലവാരം പറയുന്നു. അപ്പോൾ എന്നോട് ഗോളാന്തരം പറയുന്നു അത് ചർച്ചയാക്കുകയാണെന്ന് പറഞ്ഞതിന് തന്നെ നന്ദി രേഖപ്പെടുത്തുകയാണ്. അത് ചർച്ചയാക്കേണ്ട വിഷയം തന്നെ. നമ്മൾ ബംഗ്ലാദേശ് എടുത്തിട്ടുണ്ട്. ഞാൻ അടുത്ത ദിവസം നമുക്കൊന്നും കൂടി അത് ചർച്ച ചെയ്യേണ്ട ഒരു വിഷയമാണ്. കാരണം ബംഗ്ലാദേശ് ഇന്ത്യയുടെ ഒരു അതിർത്തിയിലുള്ള ഒരു രാജ്യമെന്ന നിലയിൽ നമ്മളെപ്പോഴും പണ്ട് തന്നെ വാജ്പേയിയൊക്കെ പറഞ്ഞിട്ടുള്ളതാണ്, നമുക്ക് വി ക്യാൻ ചൂസ് ഫ്രണ്ട്സ് ബട്ട് നോട്ട് നൈബേഴ്സ്. നമുക്ക് സുഹൃത്തുക്കളായ രാജ്യങ്ങളെ ആര് വേണമെന്ന് നമുക്ക് തീരുമാനിക്കാം, പക്ഷേ അയൽക്കാരെ നമുക്ക് മാറ്റാൻ പറ്റില്ല ഒരു രാജ്യത്തിനെ സംബന്ധിച്ചിടത്തോളം. അപ്പോൾ അവിടെ ഒരു നല്ല അന്തരീക്ഷം ഉണ്ടാകുന്നത് നമ്മുടെ രാജ്യത്തിനും കൂടി ഗുണം ചെയ്യും. അപ്പോൾ നമ്മുടെ ചാത്തന്നൂരിൽ നിന്ന് ശ്രീ രാധാകൃഷ്ണൻ ഒരു ഇടതുപക്ഷക്കാരനാണ്, എങ്കിലും അദ്ദേഹം പറഞ്ഞ നിലപാടുകൾ വളരെ ശരിയാണെന്ന് നമ്മുടെ സെബീന സുൽഫി എനിക്ക് മെസ്സേജ് അയക്കുന്നു. എസ് കുമാർ പറയുന്നു, മനുസാറെ ഇവിടെ മതമാണ് എല്ലാം എന്ന് പറയുന്നത് നമ്മുടെ ഷാജിയുടെ പ്രയോഗമാണ്. പക്ഷേ ഇവിടെ മനുഷ്യനാണ് എല്ലാം എന്ന് പറയുന്നൊരു രാഷ്ട്രീയ സാഹചര്യം വരും എന്നാണ് ഞാൻ കരുതുന്നത്. IS-ൽ പ്രവർത്തിക്കാൻ പോയതിന് 21 പേർ ഏറ്റവും കൂടുതൽ കേരളത്തിൽ നിന്നാണ്. അതുകൊണ്ട് ജനങ്ങൾക്ക് അവരെ പേടിയാണെന്ന് പറയുന്നു. അത് ഓക്കെ. രവീന്ദ്രനും BJPയും പിണറായിയും അല്ലെങ്കിൽ ഒന്ന് തന്നെയല്ലേ, പിന്നെ പിണറായിയുടെ ഐശ്വര്യം BJP തന്നെയെന്ന് ജയകുമാർ പറയുന്നു. പ്രമോദ് നാണു എന്നോട് പറയും കോൺഗ്രസ് അധികാരത്തിൽ വന്നാൽ 10 മുസ്ലിങ്ങൾ മന്ത്രിയാകും എന്നൊക്കെ ഇങ്ങനെ പോവുകയാണ്. അപ്പോൾ എനിക്കൊരു ചെറിയ ഇടവേള അനിവാര്യമാണ്. ഞാനൊരു ഇടവേള എടുത്തിട്ട് പെട്ടെന്ന് മടങ്ങി വരാം. അനന്തപുരത്തിൻ്റെ ഒരു യാത്രയുണ്ടായിരുന്നില്ല. അപ്പോൾ യാത്രയുടെ സമാപന വേദിയിൽ VD സതീശൻ നടത്തിയ പ്രസംഗത്തെ ഇപ്പോൾ തുഷാർ വെള്ളാപ്പള്ളി രൂക്ഷമായ ഭാഷയിൽ എതിർക്കുകയാണ്. VD സതീശന് വർഗീയ താല്പര്യം എന്നാണ് തുഷാർ വെള്ളാപ്പള്ളി പറയുന്നത്. ഒരു സമുദായത്തിൻ്റെ വോട്ട് കിട്ടാൻ മറ്റൊരു സമുദായത്തെ തള്ളിപ്പറഞ്ഞു. VD സതീശൻ കാന്തപുരത്തിൻ്റെ വേദിയിൽ വെച്ച് SNDP യോഗത്തെയാണ് കരിവാരി തേച്ചത്. കേരളത്തിലെ ജനം ഇത് വിലയിരുത്തും. വർഗീയ താല്പര്യമായിരുന്നു VD സതീശന് ഉണ്ടായിരുന്നത് എന്നാണ് തുഷാർ വെള്ളാപ്പള്ളിയുടെ പ്രതികരണം. KG കുമാർ ഇത് കേട്ടിട്ട് എന്ത് തോന്നുന്നു? അല്ല, ഈ അങ്ങനെ അത്രയും ഇതായിട്ട് പിന്നെ സതീശൻ പറയാൻ പാടില്ലായിരുന്നു. ഇപ്പൊ ഈ PMA സലാം പറഞ്ഞിരിക്കുന്നത് പിന്നെ ജൽപ്പനങ്ങളാണ്, അതിന് മറുപടി അർഹിക്കുന്നില്ല എന്നുള്ള രീതിയിലാണ്. അപ്പോൾ ഈ പിന്നെ NSSനെയും SNDPയെയും ഇനി ഐക്യം ഉണ്ടാവാതിരിക്കും, അതിനെയൊക്കെ പുള്ളി വളരെ നിസ്സാരമായിട്ടാണ് കാണുന്നത്. കാര്യം സംഘടിത വോട്ട് ബാങ്ക് അല്ലാത്തതുകൊണ്ടായിരിക്കും പുള്ളി അങ്ങനെ നിസ്സാരമായിട്ട് കാണുന്നത്. KG കുമാർ, അത് PMA സലാമിനെ ഒന്നും വെള്ളാപ്പള്ളി പറയുന്നില്ല. ലീഗ് ഞങ്ങളെ തമ്മിലടുപ്പിച്ചു എന്നൊരു പ്രയോഗം മാത്രമേ നടത്തുന്നുള്ളൂ. പക്ഷെ സതീഷിനെ അങ്ങനെയല്ല, ഊളംപാറെ കൊണ്ടുപോകണം, ഈഴവ വിരോധിയാണ്, അങ്ങനെ വ്യക്തിപരമായ അറ്റാക്ക് ചെയ്യാണ്. അതെ അതെ. അപ്പൊ മറുപടി കിട്ടിയത് തെറ്റുണ്ടോ? ഈ PMA സലാമിന്റെ ഇത് എനിക്ക് മറ്റേ ഇത് ഈ ജൽപ്പനങ്ങൾ എന്നുള്ള ആ വാക്ക് എനിക്ക് കേൾക്കുമ്പോൾ എനിക്ക് കാബൂളിവാല സിനിമയിൽ മറ്റേ സർക്കസ് കൂടാരത്തിൽ ചെന്നിട്ട് ഇന്നസെന്റ് പറയുന്നില്ലയോ, മറ്റേ ഹിന്ദി പറയുന്ന പിന്നെ മറ്റേ സർക്കസുകാരോട് ചുമ്മാ തെലുങ്ക് പറഞ്ഞ് വരട്ടാതെ അണ്ണാച്ചി എന്ന് പറയുന്ന അതേ ഒരു ഇതാണ് എനിക്ക് തോന്നുന്നത്. അതെ, ആ ഒരു ഇതിലാണ് അത് കാണാൻ തോന്നുന്നത്. കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒന്നുകിൽ ഈ രണ്ട് കൂട്ടർക്കും എങ്ങും തൊടാതെ സംസാരിക്കുക. കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഈ വെള്ളാപ്പള്ളി എന്ന് പറയുമ്പോൾ വാർദ്ധക്യം ബാധിച്ച ആളാണല്ലോ. ഈ ചില സമയത്ത് പറയുന്നത് കുറച്ച് ഓവറാവുന്നുണ്ട്, ഇല്ലാന്ന് നമ്മൾ പറയുന്നില്ല, ശരിയാണ്, സംഭവം ശരിയാണ്. പക്ഷെ ഇത് ഈ കാറി കയറ്റിയതൊക്കെ ഇത്രയും ഇതായിട്ടൊന്നും പറയാൻ പാടില്ലായിരുന്നു. കാര്യം ഇലക്ഷൻ കുമാർ ഒരു വെള്ളാപ്പള്ളി അനുകൂലി ആണോ എന്ന് എനിക്ക് സംശയമുണ്ട് കേട്ടോ. ആണോ? ഇല്ല, അനുകൂലിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാല് എനിക്ക് പറയാനുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഈ സതീശൻ വിചാരിക്കുന്നിടത്ത് കാര്യങ്ങൾ എത്താൻ സാധ്യതയില്ലെന്നാണ് എന്റെ ഒരു കണക്കുകൂട്ടൽ. കാര്യം എങ്ങനെ നോക്കിയാലും ഇപ്പൊ ഉള്ള ഇതിൽ നിന്ന് ഇടതുപക്ഷത്തിന് ഒരു 25 സീറ്റ് കൂടുതൽ കുറയത്തില്ല. അങ്ങനെ വന്നാലും ഇവർക്ക് മാജിക് നമ്പർ മറികടക്കാൻ പറ്റുമെന്നാണ് കാത്തു നിൽക്കുന്നുണ്ടാണ്. അപ്പൊ ബിനോയ് എന്നോടൊപ്പം ചേരുന്നുണ്ട്. ബിനോയ്, പ്രതിപക്ഷ നേതാവിനെ ഒരു സമുദായ നേതാവ് പറയുന്നത് കേട്ടിട്ട് എന്താണ് ഈ കോൺഗ്രസ്സുകാർ ഇങ്ങനെ മിണ്ടാതിരിക്കുന്നത്? കോൺഗ്രസ് നേതൃത്വം എവിടെ പോയി നിങ്ങളുടെ നേതൃത്വം? കേട്ടില്ല, എന്തോ ചോദിച്ച പ്രതിപക്ഷ നേതാവിനെ വെള്ളാപ്പള്ളി നടേശൻ പറഞ്ഞത് കേട്ടില്ലേ? ഊളംപാറയിലേക്ക് അയക്കണം, കടുത്ത ഈഴവ വിരോധിയാണ്. ഇങ്ങനെയുള്ള പ്രയോഗങ്ങൾ നടത്തുന്ന ഈ വെള്ളാപ്പള്ളിയെ ഒന്ന് അതിനൊരു മറുപടി പറയാൻ വേറെ ഒരു കോൺഗ്രസ് നേതാവും വരാത്തത് എന്താണ്?
അല്ല എല്ലാവരും നമസ്കാരം മനു. എല്ലാവരും മറുപടി പറയുന്നു. പിന്നെ ഒരു മതനേതാവ് എന്നുള്ള നിലയിൽ ഇന്നലെ പൂത്ത തകരയാണ് എന്നൊക്കെയാണ് പരിഹസിക്കുന്നത്. ഒരു കേരളത്തിന്റെ പ്രതിപക്ഷ നേതാവിന് ഇന്നലെ പൂത്ത തകരയാണോ വി ഡി സതീശൻ എന്ന് നിങ്ങൾ ആരെയും ചോദിക്കണ്ടേ? എ കെ ആന്റണിയോ കെ സി വേണുഗോപാലോ രമേശ് ചെന്നിത്തലയോ ഒന്ന് പറയട്ടെ എന്നാണ് പറയുന്നത്. അപ്പൊ ഇത്ര ധൈര്യമുണ്ട് വി ഡി സതീശൻ എന്തെങ്കിലും പറഞ്ഞാൽ ഇവരാരും മിണ്ടില്ല എന്ന് വെള്ളാപ്പള്ളി നടേശൻ ഇങ്ങനെ തോന്നുകയല്ലല്ലോ? അത് ഉറപ്പല്ലേ? അല്ല ഞാൻ പറയട്ടെ, നമ്മളെല്ലാത്തിനും ഒന്നും മറുപടി പറയേണ്ട ആളല്ല അദ്ദേഹം. നല്ല പ്രായമുള്ള നല്ല ഒരുപാട് പ്രായമായ, ഞാൻ പറയുന്ന അതേ ഭാഷയിൽ മറുപടി പറയണമെന്നല്ല, പക്ഷെ ഞങ്ങൾ ഇത് വി ഡി സതീശനൊപ്പമാണ്, അദ്ദേഹത്തെ തള്ളിപ്പറയാൻ സമ്മതിക്കില്ല, അല്ലെങ്കിൽ അതിനില്ല എന്തെങ്കിലും ഒന്ന് പറയണ്ടേ ഈ കെ സി വേണുഗോപാലും രമേശ് ചെന്നിത്തലയൊക്കെ? വി ഡി സതീശനോടൊപ്പം തന്നെയാണ് ഞങ്ങൾ ആരും. ഇത് ബഹുമാന്യനായ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ പറഞ്ഞതിനെ ആരും തള്ളിപ്പറഞ്ഞിട്ടില്ല. ഞങ്ങൾ എല്ലാവരുടെയും സ്വരം അതുതന്നെയാണ്. ബഹുമാന്യനായ വെള്ളാപ്പള്ളി നോക്കിയും കണ്ടും സംസാരിക്കണം, നോക്കിയും കണ്ടും പറയണം. ഞങ്ങളെ പ്രതിപക്ഷ നേതാവിനെ വല്ലവും പറഞ്ഞാൽ വെള്ളാപ്പള്ളി അദ്ദേഹത്തിന്റെ ആലപ്പുഴയിൽ നിന്ന് ഇറങ്ങി ഹൈവേയിൽ കൂടി തിരുവനന്തപുരത്ത് പോകുന്നില്ല. അങ്ങനെ തെളിയിച്ചിട്ടുള്ള ഒരാളാണ് ഞാൻ. അദ്ദേഹവും കേരള യാത്ര നടത്തിയപ്പോൾ നൗഷാദിനെ കുറ്റം പറഞ്ഞ് അദ്ദേഹം കൊല്ലം വഴി പാസ് ചെയ്യുന്ന പറഞ്ഞപ്പോൾ ഞങ്ങൾ യൂത്ത് കോൺഗ്രസ് പറഞ്ഞു കൊല്ലത്ത് വഴി പോകണമെങ്കിൽ യൂത്ത് കോൺഗ്രസ്സുകാർ തീരുമാനിക്കണം. പിന്നെ വെള്ളാപ്പള്ളിയുമായിട്ട് കടന്നടിക്കാൻ ഞങ്ങളെ അദ്ദേഹത്തിന്റെ അതേ വാല്യൂ ഉള്ള ആളല്ല. കാരണം വെള്ളാപ്പള്ളിയുടെ വീട്ടുകാർ പോലും അദ്ദേഹം പറയുന്നവർക്കല്ല വോട്ട് ചെയ്യുന്നത്. ഞാൻ പറയുന്നത് വെള്ളാപ്പള്ളി തോൽപ്പിക്കാൻ ജയിച്ചവരെല്ലാം ജീവിതത്തിൽ വിജയിച്ചിട്ടുണ്ട്. അദ്ദേഹം വിജയിപ്പിക്കാൻ ശ്രമിച്ചവരെല്ലാം തോറ്റിട്ടുണ്ട്. അതുകൊണ്ട് കേരള രാഷ്ട്രീയത്തിൽ ഒരു വർഗീയവാദിക്കും ഒരു രാഷ്ട്രീയത്തിന്, അതായത് ജാതിക്കും മതത്തിനും അപ്പുറമാണ് കേരള രാഷ്ട്രീയം. അവിടെ ഒരു വർഗീയവാദിക്കും ചാൻസ് ഇല്ല, വിലയില്ലെന്നാണ് ബഹുമാന്യനായ വി ഡി സതീശൻ പ്രതിപക്ഷ നേതാവ് പറഞ്ഞു. ഞങ്ങൾ ഓരോരുത്തരും പറയുന്നത് അത് തന്നെയാണ്. ഒരു വർഗീയവാദിക്കും, അതായത് ബഹുമാന്യനായ കേരളത്തിന്റെ മുഖ്യമന്ത്രി പിണറായി വിജയൻ വരെ പറഞ്ഞു പ്രവീൺ തൊഗാഡിയയാണ് വെള്ളാപ്പള്ളി എന്നാണ് പറഞ്ഞത്. അതെന്താ അദ്ദേഹം തിരുത്താത്തത്? ആദ്യം പറഞ്ഞത് അദ്ദേഹമാ. അത്രയൊന്നും വി ഡി സതീശൻ പറയില്ല. വി ഡി സതീശൻ ഇന്നലെ എന്തുവാ അവിടെ കേരള യാത്രയിൽ AP അബൂബക്കർ മുസ്ലിയാരുടെ കേരള യാത്രയിൽ അദ്ദേഹം പറഞ്ഞു 1 മണിക്കൂറോളം മുഖ്യമന്ത്രി സംസാരിച്ചപ്പോൾ അദ്ദേഹം എഴുന്നേറ്റ് പറഞ്ഞു ഇതൊന്നും പറയാൻ മാത്രം പോരാ, പ്രവൃത്തിയിൽ കൂടി കൊണ്ടുവരണം. വെള്ളാപ്പള്ളിക്കെതിരെ ഒരു അക്ഷരം പേര് പോലും പ്രതിപക്ഷ നേതാവ് പറഞ്ഞില്ല. പക്ഷെ മുഖ്യമന്ത്രിയെ തിരുത്തുകയാണ് ചെയ്തത്. താങ്കൾ കവലപ്രസംഗം നടത്തിയാൽ പോരാ, ഇതനുസരിച്ച് ഈ പറയുന്ന കണക്ക് വർഗീയവാദികളെ വണ്ടി കേട്ടുന്നതും കൂട്ടുകെട്ടും ഒന്ന് ശ്രദ്ധിച്ചാൽ കൊള്ളാമെന്ന് പറഞ്ഞു. അല്ലാതെ പേരെടുത്ത് പ്രതിപക്ഷ നേതാവ്. പക്ഷേ ഇന്ന് വെള്ളാപ്പള്ളി ബഹുമാന്യനായ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനെ പേരെടുത്തു. താങ്കൾ പറഞ്ഞത് കണക്ക് പറഞ്ഞു ഊളംപാറയിൽ വിടണമെന്ന്. പക്ഷേ ഊളംപാറയിൽ വിടേണ്ടുള്ളത് വെള്ളാപ്പള്ളിയാണ്. സമുദായത്തിന്റെ പേര് പറഞ്ഞ് കോടിക്കണക്കിന് രൂപ സമുദായത്തിന്റെ പേര് പറഞ്ഞ് അടിച്ചു മാറ്റി വെള്ളാപ്പള്ളിയാണ് അവിടെ വിടേണ്ടുള്ളത്. പിന്നെ വെള്ളാപ്പള്ളിയോടൊന്നും ഞങ്ങൾ തർക്കില്ല. കാരണം ഒരു വയോധികനായ അദ്ദേഹത്തിന് വായി തോന്നുന്നത് കോതയ്ക്ക് പാട്ടായിട്ട് അദ്ദേഹം പറയും. വ്യക്തമാണ്, താങ്കളുടെ അഭിപ്രായം കൃത്യവുമാണ്. അപ്പോൾ നമ്മുടെ ഗോളാന്തരം പറയുകയാണ് എൻ്റെ പഴയ ഹെയർ സ്റ്റൈൽ സൂപ്പറായിരുന്നു, ആ ഹെയർ സ്റ്റൈൽ തന്നെയായിരുന്നു നല്ലത്. അപ്പോൾ പക്ഷേ ഞാൻ എൻ്റെ ഇവിടുത്തെ ചില സുഹൃത്തുക്കളൊക്കെ വല്ലാതെ അത് മോശമായി എന്ന് പറഞ്ഞുകൊണ്ട അടിസ്ഥാനത്തിലാണ് ഞാൻ മുടി വെട്ടിയത്. അപ്പോൾ അത് എനിക്ക് ആ ഹെയർ സ്റ്റൈൽ ആയിരുന്നു ഇഷ്ടം എന്ന് പറഞ്ഞ് 2 കൃത്യമൊക്കെ ഗോളാന്തരം അയച്ചു തന്നിട്ടുണ്ട്. ഏതായാലും ഇനിയിപ്പം പോയ മുടി ആന പിടിച്ചാലും തിരിച്ചു വരില്ലല്ലോ. അപ്പോൾ എന്ത് ചെയ്യാൻ പറ്റും? ഇനി വളരുമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. നോക്കാം. അപ്പോൾ ഞാൻ കുറച്ച് മുടി വളർത്തണമെന്ന് വിചാരിച്ചാണ്. പക്ഷേ അത് പിന്നെ വിചാരിച്ചു എല്ലാവരും അത് അത്ര നല്ല അഭിപ്രായം പറയാത്തതുകൊണ്ട് ഞാനത് വെട്ടിക്കളഞ്ഞു. അതാണ് പറ്റിയത്. ഏതായാലും അതിനെ ഇഷ്ടപ്പെട്ടിരുന്ന ആളാണ് ഗോളാന്തരം. പഴയ ഹെയർ സ്റ്റൈൽ ഭയങ്കര ഇഷ്ടമായിരുന്നു എന്നാണ് പറയുന്നത്. ശരി. അപ്പോൾ അക്വേറിയസ് എന്നോട് പറയുന്നു പുരുഷ സുരക്ഷ ഉറപ്പുവരുത്താൻ നേതാക്കളെല്ലാം പുരുഷന്മാർക്ക് വോട്ട് ചെയ്യണം. പുരുഷന്മാർക്ക് ഇപ്പോൾ സുരക്ഷയ്ക്ക് എന്തെങ്കിലും കുറവുണ്ടോ? എനിക്ക് തോന്നുന്നില്ല പ്രത്യേകിച്ചൊരു കുറവുള്ളതായി, സുരക്ഷയ്ക്കൊരു കുറവുള്ളതായി തോന്നുന്നില്ല. പൊതുസുരക്ഷയാണ് ആവശ്യം. പിന്നെ നമ്മൾ ഈ ചില പുരുഷന്മാർ ഇപ്പോൾ പെടുന്നുണ്ട്. അത്തരം പണികൾക്ക് പോകാതിരിക്കുന്നതാണ് നമുക്ക് ഇനിയുള്ള കാലത്ത് നല്ലതെന്നാണ് എനിക്ക് പറയാനുള്ളത്. പിന്നെ ശ്രീധരൻ പിള്ള പറയുന്നു സ്കൂൾ യുവജനോത്സവ സമാപനം പോലും മാറ്റിവെച്ച് പൊതുവേദി സംപ്രേഷണം ചെയ്യുന്ന ന്യൂസ് 18-നും മനുവിനും അഭിനന്ദനങ്ങൾ എന്ന് പറയുന്നു. ഓക്കെ. അപ്പോൾ ഇനി ഗോളാന്തരവുമായി കമ്പനിയില്ല, CPM-ന് വോട്ട് ചെയ്യുമെന്നല്ലേ പറയുന്നതെന്നൊക്കെ ജയകുമാർ ചോദിക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക്
അരുന്ധതി എന്നോടൊപ്പം ചേർന്നിട്ടുണ്ട് കേട്ടോ. അരുന്ധതി നേരത്തെ ചേർന്നിട്ടുണ്ട്. ഹായ് മനു എന്നൊക്കെ എന്നോട് പറഞ്ഞാൽ മിസ് ചെയ്ത് പോയതാണ് അരുന്ധതി, സോറി. അപ്പോൾ അക്വേറിയസിൻ്റെ വലിയ ആവശ്യം മെൻസ് കമ്മീഷൻ വേണമെന്നാണ്. അദ്ദേഹം നമ്മുടെ രാഹുൽ ഈശ്വറിൻ്റെ അടുത്ത ആളായി മാറിയോന്ന് എനിക്കറിയില്ല. ഏതായാലും ശ്രീ കൃഷ്ണൻകുട്ടി മണിമല എന്നോട് ഒപ്പം ചേർന്നിട്ടുണ്ട്. ശ്രീ കൃഷ്ണൻകുട്ടി മണിമല, ഇത് രണ്ടുപേരും ഒരു വേദിയിൽ, കേരള യാത്ര വേദിയിൽ മുഖ്യമന്ത്രിയും അതുപോലെ പ്രതിപക്ഷ നേതാവും സംസാരിച്ചു. അതിനെ തുടർന്നാണ് ഇപ്പോൾ വെള്ളാപ്പള്ളി പൊട്ടിത്തെറിച്ചിരിക്കുന്നത്. ഇത് എന്തിൻ്റെ സൂചനയായിട്ടാണ് ശ്രീ കൃഷ്ണൻകുട്ടി മണിമലയ്ക്ക് തോന്നുന്നത്? ഇത് ഇടതുപക്ഷത്തിന് ഗുണം ചെയ്യുമോ ഈ ആളെ കാറിൽ? നമസ്കാരം. ഏതായാലും വെള്ളാപ്പള്ളിക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച് മഞ്ഞയൊക്കെ ധരിച്ചതിന് ഒരു പ്രത്യേക സന്ദേശം നൽകുന്നുണ്ട്. ഈ മഞ്ഞയാണ്, പക്ഷെ ആ മഞ്ഞ ഞാൻ നോക്കുകയായിരുന്നു. ഇത് ചെറിയ ഈ മഞ്ഞ ഒന്നല്ലേ? അതെ. പൊതുവേദി എന്നുള്ള അക്ഷരങ്ങൾ എഴുതിയേക്കുന്നത് മഞ്ഞയാണ്. ഒന്നാകെ മഞ്ഞമയമാണ് കാര്യങ്ങള്. സാധാരണ ഞങ്ങൾ ഈ പത്രക്കാരെ ആക്ഷേപിക്കാനെ ആളുകൾ പറയും മഞ്ഞ നിറമാണ് പറയുന്നത്, മഞ്ഞപ്പത്രം എന്നല്ലേ പറയുന്നത്. മഞ്ഞ ഞങ്ങൾ പൊതുവെ അങ്ങനെ ഇടാത്തൊരു നിറമാണ്. കാരണം മഞ്ഞപ്പത്രക്കാരൻ എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ മഞ്ഞ ഷർട്ട് ഇട്ടാൽ ഞാൻ അത് വേറെ ഇത് വേറെ, രണ്ടും മഞ്ഞയാണ്. അപ്പൊ ഈ വെള്ളാപ്പള്ളി വിഷയം നമ്മൾ കാണുമ്പോഴേ ഈ വെറുതെ ഇരുന്ന കൊച്ചിന്റെ കണ്ണിൽ ചുണ്ണാമ്പ് തേച്ചെന്ന് പറഞ്ഞതുപോലെ കുറെ നാളുകളായിട്ട് ഇങ്ങനെ കാര്യങ്ങൾ ഇങ്ങനെ ഡെവലപ്പ് ചെയ്ത് വന്നുകൊണ്ടേ ഇരിക്കുകയായിരുന്നു. അങ്ങനെ വന്നിട്ടാണ് മറ്റൊരു മതക്കാരുടെ വേദിയിൽ പോയി, അതായത് ഈ മുസ്ലിംസിന്റെ ഒരു വേദിയായിരുന്നല്ലോ ഇന്നലെ വി.ഡി. സതീശൻ പറഞ്ഞ കാര്യം, കേരള യാത്ര കാന്തപുരം അവിടെ പോയി ഈ പറഞ്ഞ പോലെ വെള്ളാപ്പള്ളി അധിക്ഷേപിക്കേണ്ടിയിരുന്നില്ല. അതൊരു ഇൻസൾട്ടായി എന്നാണ് എനിക്ക് തോന്നുന്നത്. വെള്ളാപ്പള്ളി അല്ല, അതേ മുഖ്യമന്ത്രിയാണ് പരാതി പറഞ്ഞത്. വെള്ളാപ്പള്ളിയെ പറ്റി പറഞ്ഞില്ലല്ലോ അങ്ങനെ. പക്ഷേ പറഞ്ഞത് എന്താണ് പറഞ്ഞത്? ആരെ കാറിൽ കയറ്റിയെന്നാ പറഞ്ഞേ? ആരെ കാറിൽ കയറ്റിയെന്നാ പറഞ്ഞേ? പേര് പറഞ്ഞില്ല. ആരെ കാറിൽ പേര് പറയാതെ ഈ ലോകം മുഴുവൻ അറിഞ്ഞ കാര്യമല്ലേ ആരെ കാരെ കയറ്റിയെന്ന്. അത് അദ്ദേഹം സമ്മതിക്കുന്നുണ്ട്. പക്ഷേ പൊന്നാടി അണിയിച്ചെന്ന് പറയുന്നത് ആരെയാ പറഞ്ഞത്? ആരെ ഉദ്ദേശിച്ചാ പറഞ്ഞേ? അത് വെള്ളാപ്പള്ളി ഉദ്ദേശിച്ച് തന്നെയാണെന്ന് വി.ഡി. അതായത് മുഖ്യമന്ത്രിയുടെ കാറിൽ കയറാനും ഒരു പൊന്നാട കിട്ടാനും അർഹതയില്ലാത്ത ഒരാളാണ് SNDPയുടെ ജനറൽ സെക്രട്ടറി അയക്കുന്ന ശ്രീ വെള്ളാപ്പള്ളി നടേശൻ എന്ന് അല്ല, വെള്ളാപ്പള്ളിയെ ഉദ്ദേശിച്ച് ഈ ആണല്ലോ ഈ കാര്യങ്ങളൊക്കെ നടന്നത്. അവിടെ സംസാരിച്ചത് പൊന്നാട അണിയിക്കപ്പെട്ടു എന്നും പറഞ്ഞില്ലേ? പൊന്നാട അണിയിച്ചെന്നും പറഞ്ഞില്ലേ? വിദ്വേഷ പ്രസംഗം നടത്തിയ ആൾ അടുത്ത ആഴ്ച പോയി പൊന്നാടി ഇട്ടാൽ അത് നൽകുന്ന സന്ദേശം എന്ത്? അപ്പൊ വെള്ളാപ്പള്ളി ഒരു പൊന്നാടയെ അറിയിക്കുന്നില്ല. വെള്ളാപ്പള്ളി മുഖ്യമന്ത്രിയുടെ കാറിൽ കയറാനുള്ള അർഹതയില്ല എന്ന് പറയുമ്പോൾ വെള്ളാപ്പള്ളിക്ക് കൊള്ളുവോ ഇല്ലയോ? തീർച്ചയായിട്ടും കൊള്ളത്തില്ലയോ? അതായത് അതൊരു നോൺ വെർബൽ കമ്മ്യൂണിക്കേഷൻ ആയിരുന്നു. കൊണ്ടത് മുഖ്യമന്ത്രിയുടെ ഉദ്ദേശമാണ് പറഞ്ഞതെങ്കിലും അതിനകത്ത് വെള്ളാപ്പള്ളിയെ ഒരു കക്ഷിയാക്കിയല്ലോ. അത് ഏത് വേദിയിലാ പറഞ്ഞത്? അത് പറഞ്ഞ വേദി മറ്റൊരു മതത്തിന്റെ വേദിയിലാന്ന് ഓർക്കണം. ഇത് തുഷാർ വെള്ളാപ്പള്ളി അങ്ങ് എന്നാണ് പറയുന്നത്. മറ്റൊരു വേദിയിൽ മുസ്ലിമിന്റെ വേദിയിൽ SNDP കരിവാരി തേച്ചു. ഇന്നലെ നമ്മൾ ഈ വിഷയം ചർച്ച ചെയ്തതല്ലേ? ഇന്നലെ നമ്മൾ ഈ വിഷയം ചർച്ച ചെയ്തായിരുന്നല്ലോ. അപ്പൊ ഞാൻ ഇതൊന്ന് പറയാൻ ഉദ്ദേശിച്ചിരുന്നു, അപ്പോഴേക്ക് നമ്മൾ കട്ട് ചെയ്തു. ഇത് എനിക്ക് 2 സെൻസ് പറയേണ്ടതാണ്. ആ വേദി അതിന് പറ്റിയതായിരുന്നില്ല. വേറെ കോൺഗ്രസിന്റെ ഒരു മീറ്റിംഗിലാണ് ഒരുപക്ഷെ സതീശ് ഇത് പറഞ്ഞിരുന്നതെങ്കിൽ വെള്ളാപ്പള്ളിക്ക് അത്രയും വേദനിക്കില്ല, അല്ലെ വെള്ളാപ്പള്ളിയുടെ കൂടെ നിൽക്കുന്നവർക്ക് അത്രയും വേദനിക്കുന്നില്ല. ആ വേദിയിൽ ചെന്ന് പറഞ്ഞപ്പോഴേക്ക് മറ്റൊരു വേദിയിൽ മിടുക്കനാകാൻ വേണ്ടി, വേറൊരു മതത്തിന്റെ വേദിയിൽ മിടുക്കനാകാൻ വേണ്ടി ഈ വേറൊരു മതത്തിലും സംഘടനയിലും ജാതി സംഘടനയിലുള്ള ഒരാളിനെ ഇൻസൾട്ട് ചെയ്തു എന്ന് പറയുമ്പോൾ അതിന് അർത്ഥങ്ങൾ ഒത്തിരി മാറിപ്പോയി. അങ്ങനെ ഒരു വിഷയം വന്നതുകൊണ്ടാണ് എനിക്ക് തോന്നുന്നത് NSSന്റെ ജനറൽ സെക്രട്ടറി ശ്രീ സുകുമാരൻ നായരെ അത് കയറി പിടിച്ചത്. അത് കേട്ടവർക്കെല്ലാം അങ്ങനെ തോന്നിയിട്ടുണ്ടാവും. ഒരുപക്ഷെങ്കിൽ മറ്റുള്ള നിഷ്പക്ഷമായി ചിന്തിക്കുന്നവർക്ക് തോന്നിയിട്ടുണ്ടാവും അത് വെള്ളാപ്പള്ളിയെ കുത്താനുള്ള വേദിയായി അത് ഉപയോഗിക്കാൻ പാടില്ല. കൃഷ്ണൻകുട്ടി മണിമലയോട് ഒരു കാര്യം ചോദിക്കട്ടെ, അങ്ങ് ഈ വെള്ളാപ്പള്ളി പറയുന്ന ആ വാദത്തോട് അംഗീകരിക്കുന്നുണ്ടോ? നായാടി മുതൽ നസ്രാണി വരെ മുസ്ലിം വേണ്ട, ഇത് അങ്ങ് അംഗീകരിക്കുന്നുണ്ടോ? അത് തന്നെ വെള്ളാപ്പള്ളി പറഞ്ഞത്. പണ്ട് ഒരു ഓടയിലോ ഡ്രെയിനേജിലോ വീണൊരു മുസ്ലിം മരിച്ചപ്പോ സഹായം കൊടുത്തതിനെ വരെ വെള്ളാപ്പള്ളി വേണ്ടാത്തത് പറഞ്ഞില്ലേ? അവിടെ മുതൽ വെള്ളാപ്പള്ളി പറഞ്ഞതൊക്കെ എന്റെ ഓർമ്മയിലുണ്ട്. വെള്ളാപ്പള്ളി പറയാൻ പാടില്ല. വെള്ളാപ്പള്ളി എന്ന് പറഞ്ഞാൽ വെള്ളാപ്പള്ളി ഇരിക്കുന്ന കസേര SNDPയുടെ ആണ്. ശ്രീനാരായണ ഗുരുവിന്റെ പേരിലുള്ള സംഘടനയാണത്. അവിടെ ഇരുന്നോ അത് വി.ഡി. സതീശൻ പറഞ്ഞതിനെ പറ്റിയാണല്ലോ ഈ പറഞ്ഞുകൊണ്ടിരുന്നത്. പക്ഷെ അവിടെ ഇരുന്നോണ്ട് വെള്ളാപ്പള്ളി എന്ന് പറയാൻ പാടില്ല. അത് തെറ്റ് തന്നെ പറഞ്ഞത്. പക്ഷെ സംഭവിക്കുന്നത് എന്താണ്? സതീശൻ ആരെയാ പിന്താങ്ങുന്നത്?
ഞങ്ങൾക്ക് മതമാണ് മുഖ്യമെന്ന് പ്രസംഗിച്ച മുസ്ലിം ലീഗിന്റെ നേതാവില്ലേ? കഴിഞ്ഞ 10 വർഷമായിട്ട് നമുക്ക് എന്ത് നഷ്ടപ്പെട്ടോ, മുസ്ലിങ്ങൾക്ക് എന്ത് നഷ്ടപ്പെട്ടോ അതെല്ലാം തിരിച്ചു പിടിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ മുസ്ലിം ലീഗ് ഒരു മത ഇതല്ല, അവർക്ക് മതേതര സംഘടനയാണെന്ന് എത്രയോ തവണ എം വി ഗോവിന്ദൻ മാഷോട് ഞാൻ തന്നെ പത്രസമ്മേളനം ചോദിച്ചപ്പോൾ അതന്നെ ഞാൻ പറയുന്നേ. അങ്ങനെ പറഞ്ഞ ഒരാളിനെ ഈ സതീശൻ തിരുത്താൻ പോയോ? മതമാണ് ഞങ്ങൾക്ക് മുഖ്യമെന്ന് പറയുമ്പോഴും ഞങ്ങൾക്ക് മുസ്ലിങ്ങൾക്ക് 10 വർഷമായി നഷ്ടപ്പെട്ടത് തിരിച്ചു പിടിക്കാൻ വേണ്ടി ഞങ്ങൾ തെരഞ്ഞെടുപ്പ് ജയിക്കുമെന്ന് പറഞ്ഞതും ഒക്കെ അതങ്ങനെ പറയാൻ പാടില്ല. എല്ലാവർക്കും വേണ്ടിയാണ് ഇലക്ഷൻ എന്നും എല്ലാവർക്കും കിട്ടുന്ന ഒരു വിഹിതം മാത്രമേ മുസ്ലിങ്ങൾക്കും കിട്ടുമെന്നും അല്ല മുസ്ലിംസ് മാത്രമായിട്ടൊന്നും കൊടുക്കില്ല എന്നൊക്കെ പറയേണ്ട ചുമതല സതീശനില്ലേ? സതീശൻ അങ്ങനെ തിരുത്തിയോ? ഇത് കേൾക്കുന്ന ആൾക്കാർക്ക് എന്താ മനസ്സിലാവുക? ഈ കേരളത്തിന്റെ അധികാരത്തിന്റെ നല്ലൊരു പങ്കും മുസ്ലിംസിന്റെ കയ്യിൽ എത്തിക്കാൻ വേണ്ടി കോൺഗ്രസ് ശ്രമിക്കുന്നു. ജമാഅത്തെ ഇസ്ലാമി പോലൊരു മുസ്ലിം രാഷ്ട്രം വേണം, ഇസ്ലാം രാഷ്ട്രം വേണമെന്ന് പറഞ്ഞ് ഉണ്ടാക്കിയിരിക്കുന്ന സംഘടനയായിട്ട് അവർ സംഘം ചേരുന്നു. വ്യക്തമാണ്. അപ്പൊ എനിക്കിത് പരാതികൾ ആളുകൾ അയക്കുന്നു. ശ്രീ മണിമലയ്ക്ക് എല്ലാ ദിവസവും കൂടുതൽ സമയം കൊടുക്കുന്നു, അത് ശരിയല്ല. ഞാനത് പറഞ്ഞു തീർക്കാം, എന്നിട്ടേ കട്ട് ചെയ്യാവുള്ളൂ. ഞാൻ ഈ കൂടുതൽ കിടക്കുന്നില്ല. പക്ഷെ ഇങ്ങനെയുള്ള ഒരു കോൺഗ്രസ് നിഷ്പക്ഷമായി നിൽക്കേണ്ട കോൺഗ്രസ് ഇത്രയും മുസ്ലിം എന്നല്ല ഞാൻ പറയുക, അതായത് മുസ്ലിം തീവ്രവാദ സംഘടന RSS പോലെയുള്ള സംഘടനകളാണ് ജമാഅത്തെ ഇസ്ലാമി എന്നും ഈ ISS എന്നൊക്കെ പറയുന്നതൊക്കെ എന്നാണല്ലോ നമ്മൾ മനസ്സിലാക്കുന്നത്. അവരോട് ചേർന്ന് നിൽക്കുകയും ഈ വെള്ളാപ്പള്ളിയെ പോലുള്ളവരെ ആവശ്യത്തിൽ കൂടുതൽ കുത്തുകയും ചെയ്തു. ഒരു പരിധി പറയാൻ പാടുള്ളൂ. മറ്റൊരു മതത്തിന്റെ സംഘടനയെ പോയി പറഞ്ഞു, അത് വേറൊരു തെറ്റ്. ഇതെല്ലാം കേൾക്കുന്നവർക്ക് സഹിക്കാൻ വയ്യാത്ത ഒരവസ്ഥ എത്തിയപ്പോഴാണ് ഈ വെള്ളാപ്പള്ളിയോട് അനുഭാവം കാണിച്ചുകൊണ്ട് നമ്മുടെ ചങ്ങനാശ്ശേരിയിലുള്ള NSSന്റെ ജനറൽ സെക്രട്ടറി ശ്രീ സുകുമാരൻ നായർ അനുഭാവം പ്രകടിപ്പിച്ചത്. അടുത്ത ആളും എനിക്ക് കുറിപ്പയക്കുന്നത് ഞാനിത് പറഞ്ഞതാണെന്ന് മണിമല വ്യക്തമാണ്. അപ്പൊ എക്വേറിയസ് എന്നോട് എനിക്കൊരു കുറിപ്പയച്ചിരിക്കുന്നു. സ്ത്രീകളുടെ ആത്മഹത്യകൾ മാത്രം ചുമത്തുന്ന വകുപ്പായി മാറി ആത്മഹത്യാ പ്രേരണ കുറ്റം, പുരുഷന് നീതിയില്ല എന്ന് എന്നോട് പറയുന്നു. അപ്പോൾ അതിന് ഒരു കാര്യം കൂടി എക്വേറിയസ് പറയുന്നുണ്ട്. കാരണം അവിടെ ഒരു സംഭവം ഉണ്ടായല്ലോ, നമ്മുടെ ബസ്സിൽ വെച്ച് ലൈംഗിക അതിക്രമം നടത്തിയെന്ന് ആരോപിച്ച് യുവതി സോഷ്യൽ മീഡിയയിൽ ദൃശ്യം പങ്കുവച്ചതിനെ തുടർന്ന് യുവാവ് ആത്മഹത്യ ചെയ്ത ഒരു സംഭവം ഉണ്ടല്ലോ. അപ്പോൾ ആ സംഭവത്തെ പിടിച്ചാണോ ഇത് പറയുന്നതെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അങ്ങനെ ഒരു കമൻറ്റാണ് ഞാൻ കേൾക്കുന്നത്. അതെ, അപ്പോൾ ദീപകിൻ്റെ ആത്മഹത്യ പൊതുവേദി ചർച്ച ചെയ്യുമോ എന്നും കൂടി എന്നോട് ചോദിക്കുന്നുണ്ട്. നമുക്ക് ഒരു ദിവസം ചർച്ച ചെയ്യാം, അങ്ങേക്കും പ്രതികരിക്കാം. അപ്പോൾ ദീപക് എന്ന് പറയുന്ന ഒരു ചെറുപ്പക്കാരൻ കഴിഞ്ഞ വെള്ളിയാഴ്ച കണ്ണൂരിലേക്കുള്ള തിരക്കുള്ള യാത്രയിൽ ബസ്സിൽ അപമര്യാദയെ പെരുമാറിയെന്നൊരു യുവതി പരാതിപ്പെട്ടിരുന്നു. അപ്പോൾ ദുരുദ്ദേശത്തോടുകൂടി യുവാവ് ശരീരത്തിൽ സ്പർശിച്ചു എന്നാണ് വടകര പോലീസിന് ലഭിച്ച പരാതി. ഏതായാലും ബസ്സിൽ നിന്ന് യുവതി ചിത്രീകരിച്ച വീഡിയോ സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്തു. ഇത് വ്യാപകമായി പ്രചരിച്ചതിന് പിന്നാലെ കടുത്ത മനോവിഷമത്തിലായ യുവാവ് മരിക്കുകയാണ്. അപ്പോൾ ഇതെന്താണെന്നുള്ളത് പോലീസ് അന്വേഷിച്ച് കണ്ടുപിടിക്കട്ടെ എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അപ്പോൾ ആത്മഹത്യയ്ക്ക് കാരണമുണ്ടെങ്കിൽ അത് സ്ത്രീയായാലും പുരുഷനായാലും കേസെടുക്കുമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അപ്പോൾ അതെന്താണെന്ന് നമുക്ക് നോക്കാം. ഓക്കെ. അപ്പോൾ ശിവദാസൻ ബാലരാമപുരത്ത് നിന്ന് എന്നോടൊപ്പം ചേരുന്നു. ശിവദാസൻ, നമസ്കാരം സാർ. നമസ്കാരം. യെസ് സാറേ, വി.ഡി. സതീശൻ എന്താ അവിടെ സംസാരിച്ചത്, എന്താ തെറ്റുള്ളത്, പെട്ടെന്ന് പറയും എന്താ തെറ്റുള്ളത്. അദ്ദേഹം സത്യമായി വിളിച്ച് പറഞ്ഞത്. കാരണം വെള്ളാപ്പള്ളി നടേശൻ ഈ കയറിയിരുന്ന് ഇത്രയും പണം ഉണ്ടാക്കിയതെന്ന് അറിഞ്ഞിരിക്കുന്നതും മുസ്ലിം ലീഗ് സംഘടന BK ശേഖരന മുഖ്യമന്ത്രി ആയതുകൊണ്ടാണ് 4 കോളേജ് കിട്ടിയത്, അങ്ങനെ ഇത്രയും പണം ഉണ്ടാക്കിയത്, ഇത്രയും ബാർ ഉണ്ടാക്കിയത്. അങ്ങനെ ഞാൻ SNDP ശാഖാ സെക്രട്ടറിയാണ്. വെള്ളാപ്പള്ളി ഇന്ന് മറുപടി പറഞ്ഞു കേട്ടില്ല. ഞാൻ എൻ്റെ അച്ഛൻ നല്ല കാശുകാരനായിരുന്നു, അങ്ങനെ ഞാനും പണക്കാരനായി. അത് എനിക്കറിയില്ല. അദ്ദേഹത്തിൻ്റെ വരുമാനത്തിനെ സംബന്ധിച്ച് ഒരു വലിയൊരു തർക്കം ഉണ്ടായിരുന്നു. ഞാൻ തന്നെ ഒരിക്കൽ ആ വാർത്ത ചെയ്തത് എനിക്ക് ഓർമ്മയുണ്ട്. കാരണം വെള്ളാപ്പള്ളിക്ക് സ്വത്തുണ്ടായിരുന്നു. വെള്ളാപ്പള്ളി സ്വത്തുണ്ടെങ്കിൽ ആ സ്വത്ത് നോക്കി ചെയ്യുമായിരുന്നു. അദ്ദേഹം അച്ഛൻ നോക്കി ചെയ്യുമായിരുന്നു, നല്ല ബിസിനസ് ചെയ്യുമായിരുന്നു. ഇദ്ദേഹം വന്ന് വന്ന് കയറി സ്വർണ്ണം തൂങ്ങി കിടക്കുമ്പോൾ രാഷ്ട്രീയ അടക്കം തൂങ്ങി കിടക്കുകയാണ്. NSS ആയാലും SNDP ആയാലും ഏത് സംഘടനകളും ഇന്ന് കേരളത്തിൽ 2 സംഘടനയാണ്. NSSഉം SNDP ആണ് സ്വർണ്ണം തൂങ്ങി കിടന്നുകൊണ്ട് കുടിച്ച് പറ്റിക്കുന്നത്. സതീഷ് അഹമ്മദ് സാർ പറഞ്ഞു ഒരു തെറ്റുമില്ല, ഞാൻ കഴിക്കുന്നത് എല്ലാവർക്കും അറിയാം. അവിടെ രാഷ്ട്രീയം പറഞ്ഞിട്ടില്ല. അദ്ദേഹം മറുപടി പറഞ്ഞു. ആ വേദിയിൽ അത് പറയാൻ പറ്റൂ. ഇന്ത്യ മതേതര രാഷ്ട്രത്തിന് ഒരു കോട്ടം തട്ടാതെ ഒരു വോട്ട് പോയാലോ 10 വോട്ട് പോയാലോ സീറ്റ് കുറഞ്ഞാലോ അധികാരം കിട്ടിയില്ലെങ്കിലോ നമുക്ക് ആവശ്യം ഇന്ത്യ മതേതരമാണ് എന്ന് പറയുന്ന അദ്ദേഹം തെറ്റെന്താ? രാജനോട് ചോദിക്കാം. ശ്രീ രാജൻ, അതിലെന്താ തെറ്റെന്താ?
നമസ്കാരം. ഇതിലിപ്പോ ത്രിമൂലസ്ഥാനികൾ ഒന്നിനൊന്നും എന്ന് പറഞ്ഞ പോലെ ഒരല്പം വർഗീയത ഈ രണ്ട് ടീമിന്റെ ഉണ്ടെന്ന് തന്നെ വ്യക്തമായിട്ട് പറയാം. വെള്ളാപ്പള്ളിയും വെള്ളാപ്പള്ളിന്ന് മറ്റേ NSSന്റെ സുകുമാരൻ നായർ എന്ന് പറയാതെ ഒരല്പം അവരുടെ കയ്യിലുണ്ട്. മനുഷ്യനായിട്ട് കാണാൻ കഴിവില്ലാത്ത രണ്ട് വ്യക്തികളാണ്. പിന്നെ സതീശൻ എന്ന് പറഞ്ഞ അത്ര വലിയ വർഗീയവാദി ഒന്നല്ല കേട്ടാ. എന്നാ വർഗീയവാദികളുടെ അടുത്ത് പോയിട്ട് വോട്ട് മേടിക്കാൻ സതീശനെ കവർ ചെയ്യാൻ വേറൊരു വ്യക്തികളില്ല. പറയുന്നതൊന്ന് അത്ര കോൺഗ്രസ് തുറന്ന് സമ്മതിക്കുന്നതാണ്. ഞങ്ങൾക്ക് ആര് വോട്ട് ചെയ്താലും ഞങ്ങൾ സ്വീകരിക്കും. ഒരു തെരഞ്ഞെടുപ്പല്ലേ, ആളുകൾ വോട്ട് ചെയ്യുന്നതിന് എന്ത് ചെയ്യാൻ പറ്റും? അതിന്റെ വർഗീയത പറയുന്നില്ല എന്ന് തന്നെയുള്ളൂ. എന്നാ ശരിക്കും ശ്രദ്ധിച്ചു നോക്കിയാണ്ടാവും. പക്ഷെ ഇതാണ് സതീശന്റെ നിലപാട്. ഞാൻ പറയുന്ന ഒരു പ്രതിപക്ഷ നേതാവ് സതീശന് ആയിരിക്കാൻ ഒരു യോഗ്യതയില്ല. അത് നമ്മുടെ NSSന്റെ സുകുമാരൻ നായർ പറഞ്ഞ പോലെ അയാൾ പറയുന്ന മുഴുവനും നമ്മൾ എടുക്കാറില്ല കേട്ടാ. എന്നാലും പറയാനുള്ളത് പറയണ്ടേ, സതീശനൊന്നും ആദ്യ സ്ഥാനത്ത് ഇരിക്കാനുള്ള ഒരു യോഗ്യതയില്ല. ഒരു പ്രതിപക്ഷ നേതാവ് എന്ന് പറയുമ്പോൾ ഒരു സാമാന്യ മര്യാദയൊക്കെ ഉണ്ട്. അപ്പൊ ഇത് എനിക്ക് തന്നെ പറയാനുള്ളത് ഒന്നിനൊന്നും തള്ളിക്കളയില്ല. മൂന്നാളും സമം തന്നെ. അത്ര തന്നെയുള്ളൂ എനിക്ക് പറയാനുള്ളത്. ഞാൻ റഷീദ് കൊയിലാണ്ടി നമ്മുടെ ഒരു UDF പ്രവർത്തകൻ അവിടെ ഉണ്ട്. അപ്പോൾ ശ്രീ റഷീദ് കൊയിലാണ്ടി ഇത് കേട്ടില്ലേ? ശ്രീ രാജൻ പറയുന്ന ഒരു യോഗ്യതയും പ്രതിപക്ഷ നേതാവായി ഇരിക്കാൻ യോഗ്യനല്ലാത്ത ആളാണ് VD സതീശൻ. ശ്രീ റഷീദ് കൊയിലാണ്ടിക്ക് അങ്ങനെ തോന്നിയോ? ഞാൻ ഏതായാലും ഇന്നത്തെ ഈ ഒരു ചർച്ച ഉദ്ദേശിച്ചിരുന്നത് നമ്മുടെ തൃശ്ശൂർ നടക്കുന്ന കലാമേള ആയിരിക്കും. ഇന്ന് കേരളം ഒട്ടുക്കും അതിന്റെ ആഘോഷത്തിനൊപ്പിലാണ്. മോഹൻലാൽ വരുമോ എന്താവും എന്നുള്ള ഒരു ആകാംക്ഷയാണ്. തൃശ്ശൂർ നേടുമോ, അതല്ല കണ്ണൂർ അടിച്ചു കൊണ്ടുപോകുമോ, കോഴിക്കോട്ടേക്ക് വരുമോ, പാലക്കാട് തന്നെ ആവുമോ എന്നൊക്കെ ഒരു സന്ദേഹത്തിലായിരുന്നു. ഇപ്പോൾ അതിന്റെ എല്ലാം വിരാമമായിരിക്കുകയാണ്. കണ്ണൂർ ജേതാക്കളായിരിക്കുകയാണ്. ആ ജേതാക്കൾക്ക് എല്ലാവിധ ആശംസകളും നേരുകയാണ്. ഇന്ന് ആ ചർച്ചയായിരിക്കും വരിക. ആളുകളേറ്റ് അതിന്റെ ഒരു സംവേദനമായിരിക്കും ഇപ്പോഴത്തെ ആ അനർഘ നിമിഷങ്ങളൊക്കെ പങ്കുവെച്ചുകൊണ്ടും നമ്മളൊക്കെ സംസാരിച്ചുകൊണ്ടും ആയിരിക്കും ഇന്നത്തെ പ്രതികരണ വേദി എന്നായിരുന്നു ഞാൻ മനസ്സിലായി. ഇയാളെ കുറിച്ച് എന്ത് പറയാനാണ്? ഒരു മതം, ഒരു ജാതി, ഒരു ദൈവം, മനുഷ്യൻ ആരായാലും അല്ല, മതം ഏതായാലും മനുഷ്യൻ നന്നായാലും മതി. അങ്ങനെ ഒരുപാട് മഹാവാക്യങ്ങൾ പറഞ്ഞ കേരളത്തിന്റെ നവോത്ഥാന നായകൻ ശ്രീനാരായണ ഗുരുവിന്റെ ഒരു സംഘടന. ആ സംഘടന ഇത്തരം ആളുകൾ മതത്തെക്കുറിച്ചും ജാതിയെക്കുറിച്ചും വളരെ 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 മോശമായി പറഞ്ഞുകൊണ്ടും അതിനാരും വേണ്ട വിധത്തിൽ എല്ലാ വിഭാഗങ്ങളും എല്ലാ ആളുകളും അതിനെതിരായി ശബ്ദിക്കേണ്ട. പക്ഷെ അയാൾ പ്രായം വിചാരിച്ചുകൊണ്ട്, കാരണം അയാൾക്ക് തലയിൽ കിളി പോയി എന്നുള്ളൊരു അവസ്ഥയിലാണ് ഇപ്പോൾ എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതുകൊണ്ടായിരിക്കാം ഇപ്പോഴത്തെ ഇതിൽ ആളുകളൊക്കെ കുറച്ച് മാറി നിൽക്കാൻ. എന്നാലും പറയേണ്ടതുപോലെ പറയുന്ന ആളുകളും ഉണ്ട്. ഇതൊക്കെ ഈ VD സതീശനെ കുറിച്ചൊക്കെ ഇവർക്ക് എന്തറിയാം? VD സതീശന് ചെയ്ത എന്തെങ്കിലും ഒരു വർഗീയമായ എന്തെങ്കിലും കാര്യങ്ങൾ ഇവർക്ക് കാണിച്ചു തരാൻ കഴിയുമോ? അപ്പൊ അതൊന്നും ഇല്ലാതെ വെറുതെ ഏതെങ്കിലും വിളിച്ചു പറയുന്നത് ഒട്ടും ശരിയല്ല. പക്ഷെ ഇദ്ദേഹത്തെ പോലെയുള്ള ആളുകൾ, ഈ പറഞ്ഞ വെള്ളാപ്പള്ളിയെ പോലെയുള്ള ആളുകളെ കൊണ്ടു നടക്കുന്ന ആളുകളും ഒന്ന് മനസ്സിലാക്കിയാൽ കേരളം അതൊന്നുമല്ല. കേരളം മതേതര കേരളമാണ്. അപ്പൊ ശ്രീ റഷീദ് കൊയിലാണ്ടി, നമ്മുടെ സമയം അതിക്രമിച്ചുകൊണ്ടാണ് ദീപു ദുബായിൽ നിന്ന് വിളിക്കുന്നത്. ദീപുവിന് ശനി ഞായർ മാത്രമേ നമ്മുടെ പൊതുവേദിയിൽ ചേരാൻ പറ്റുള്ളൂ. മറ്റു സമയങ്ങളിൽ അദ്ദേഹം ജോലി സമയത്തായിരിക്കും. അതുകൊണ്ട് അത് ഞാൻ അവസാനത്തെ 2 മിനിറ്റേ ഉള്ളൂ, അത് ദീപുവിന് കൊടുക്കാം. ദീപു, ഈ വെള്ളാപ്പള്ളിയെ ഇനിയും ഇതുപോലെ കൊണ്ടു നടന്നാൽ ഇടതുപക്ഷത്തിന് അബദ്ധമാകുമോ എന്ന് സംശയം ചില കോണുകളിൽ നിന്നെങ്കിലും ഉയരുന്നുണ്ട്, ഇല്ലേ? അല്ല, ഈ വെള്ളാപ്പള്ളി CPM-ന്റെ ഏത് ഘടകത്തിലാണ് അംഗമെന്ന് എനിക്കറിയില്ല. പക്ഷേ അദ്ദേഹത്തെ ന്യായീകരിച്ചു എന്നതാണല്ലോ ഇപ്പോ മുഖ്യമന്ത്രി. വെള്ളാപ്പള്ളി പറഞ്ഞതെല്ലാം ശരിയാണെന്ന് ഏതെങ്കിലും CPM-കാരൻ പറഞ്ഞിട്ടുണ്ടോ? വെള്ളാപ്പള്ളി പറഞ്ഞതിനകത്ത് ശരിയുള്ളത് ശരിയും തെറ്റുള്ളത് തെറ്റും എന്ന് പറഞ്ഞ് അദ്ദേഹത്തെ പറയാനുള്ളതെല്ലാം പറഞ്ഞിട്ടുണ്ട്. സുകുമാരൻ നായരെ അതേപോലെ തന്നെ. ഇവര് രണ്ടുപേരും ഞങ്ങളുടെ പാർട്ടിയിലെ അംഗങ്ങളല്ല. അവരവിടെ കിടന്ന് പറയുന്നു ഞങ്ങൾ ജനങ്ങളോടൊപ്പം ജനങ്ങളുടെ വികസനവുമായി ബന്ധപ്പെട്ട അവരുടെ പ്രയാസങ്ങളുമായി ബന്ധപ്പെട്ട പിന്നെ ഒരു വാക്ക് ഞാൻ പറഞ്ഞോട്ടെ. ഈ റഷീദ് കൊയിലാണ്ടി ഇപ്പൊ പറഞ്ഞല്ലോ വെള്ളാപ്പള്ളി എന്ത് മനുഷ്യൻ. ഞാൻ ചോദിക്കട്ടെ, ഈ ലീഗുകാരനായ റഷീദ് കൊയിലാണ്ടി അദ്ദേഹത്തിന്റെ പാർട്ടിയിലെ KM ഷാജി പറഞ്ഞത് കേട്ടില്ലേ? അതിനെതിരെ എന്തെങ്കിലും പറയാൻ അദ്ദേഹത്തിനുണ്ടോ? അദ്ദേഹത്തിന്റെ പാർട്ടിയിലെ കല്ലങ്കടവോ ഏതൊരു മനുഷ്യൻ കോഴിക്കോട് സ്റ്റേജ് കെട്ടി പറഞ്ഞില്ലേ നമ്മുടെ പിണറായി വിജയന്റെ മകളെ കുറിച്ച്, അദ്ദേഹം മന്ത്രി റിയാസിനെ കുറിച്ച് എത്ര അവജ്ഞയോടെ വൃത്തികെട്ട രീതിയിലാണ് സംസാരിച്ചത്. ഇവരുടെ പാർട്ടിയിലുള്ള എത്ര എണ്ണമാണ് വൃത്തികെട്ട രീതിയിൽ സംസാരിക്കുന്നത്? മതമാണ് പ്രശ്നം, ഞങ്ങളുടെ ദീനിൽ നിന്ന് അകന്നു പോകും എന്നൊക്കെ പറഞ്ഞിട്ടൊരു പാർട്ടിയാണേ.
ഒരു സമുദായ സംഘടനയല്ല, പാർട്ടി ഈ നാട്ടിലെ എല്ലാ ജനങ്ങൾക്കും ഒരേപോലെ കൊടുക്കുമെന്ന് പറഞ്ഞ മുസ്ലിം ലീഗ് പാർട്ടിയുടെ ഭാഗമായി നിന്നുകൊണ്ട് പറയുകയാണ് ഈ വെള്ളാപ്പള്ളിയെ പറയുന്നത്. എന്തെങ്കിലും ഒരു ഉളുപ്പ് ഈ റഷീദ് കൊയിലാണ്ടിക്കുണ്ടോ? ഞാൻ അദ്ദേഹത്തിന്റെ സമയം അതിക്രമിച്ചത് കൊണ്ടാണ് ഇപ്പൊ അങ്ങക്ക് ഏറ്റവും കൂടുതൽ സമയം കിട്ടിയെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഈ വിഷയം ഞാൻ യൂട്യൂബിലും പ്രേക്ഷകർക്ക് മുന്നിൽ ചർച്ച ചെയ്തിരുന്നു. വെള്ളാപ്പള്ളിയുടെ ഒരു വിമർശനവും ആ പരാമർശവും അതൊരു വർഗീയ പരാമർശമാണോ എന്ന് ചോദിച്ചപ്പോൾ 74% ആളുകളും അത് വർഗീയ പരാമർശമാണ്, അത് ഒഴിവാക്കേണ്ടതായിരുന്നു എന്ന നിലപാടിലാണ് എത്തിയിട്ടുള്ളത്. 26% മാത്രം അദ്ദേഹത്തെ അനുകൂലിക്കുന്നു. ഏതായാലും മതം വ്യക്തിയുടെ ഒരു ആത്മവിശ്വാസത്തോടും അല്ലെങ്കിൽ വിശ്വാസത്തോടുമൊക്കെ ബന്ധപ്പെട്ട ഒരു സ്വകാര്യ വിഷയമാണ്. അതിനെ രാഷ്ട്രീയത്തിൻ്റെ ഒരു വിഷയമാക്കുന്നത് സമൂഹത്തെ വിഭജിക്കാൻ മാത്രമേ സഹായിക്കൂ. പരസ്പരം അവിശ്വാസം വളർത്താൻ മാത്രമേ അത് സഹായിക്കൂ. മതത്തെ രാഷ്ട്രീയ ആയുധമാക്കുമ്പോൾ സാമുദായിക സൗഹാർദ്ദം തകരുന്നു, സാമൂഹിക ഐക്യം ദുർബലപ്പെടുന്നു. ഇത് ഒരു സംസ്ഥാനത്തിനോ ഒരു രാജ്യത്തിനോ ദീർഘകാലമായുള്ള നമ്മുടെ താല്പര്യങ്ങൾക്ക് ഗുണം ചെയ്യില്ല. അത് ദീർഘകാല അടിസ്ഥാനത്തിൽ വിരുദ്ധമായി വരും. എല്ലാ പൗരന്മാരും സമത്വത്തോടെ ജീവിക്കുന്ന, എല്ലാ പൗരന്മാരെയും സമത്വത്തോടെ കാണുന്ന മതനിരപേക്ഷമായ ഒരു രാഷ്ട്രീയ സമീപനമാണ് ജനാധിപത്യത്തിൻ്റെ അടിസ്ഥാന ശിലയാകേണ്ടത്. ഇന്നത്തെ പൊതുവേദി ഇവിടെ സമാപിക്കുകയാണ്. നാളെ മറ്റൊരു വിഷയമായി നമുക്ക് വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.